എന്താണ് ഈ DSA ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൃത്യമായിട്ടൊരു ആൻസർ ഉണ്ട്. മൂവി തുടങ്ങുമ്പോൾ തന്നെ ബേസ്ഡ് ഓൺ സം ട്രൂ ഇവന്റ്സ് പറഞ്ഞിട്ടാണ് അതിൽ കാണിച്ചേക്കുന്നത്. അത് എക്സാക്ട്ലി എന്താണ്? ചിലപ്പം അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാവാം, ചിലപ്പോൾ ചിലരുടെ ചില എന്താണ് അനുഭവങ്ങളുടെ ഭാഗമാവാം. പ്രണവ് മോഹൻലാലിന്റെ ഒരു എൻട്രി ഉണ്ട്, അത് ഒരു ഹോളിവുഡ് സ്റ്റൈൽ എൻട്രിയാണ്. ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ ആരും അങ്ങനെ ഒരു എൻട്രി തന്നിട്ടില്ല. നമ്മൾ ഈ ആരും കാണാത്ത സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. ആബ്സല്യൂട്ട്ലി. മലയാള സിനിമയിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. അതാണ് എൻ്റെ ഭംഗി. വളരെ കാമായിട്ട് കൂളായിട്ട് നടക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പക്ഷെ ഇന്നലെ അത് കണ്ടപ്പോൾ ആൾക്കാർ ആ സീനിലൊക്കെ ഇങ്ങനെ ഈ മൂവിക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവാനുള്ള വല്ല ചാൻസ് ഉണ്ടോ? നമുക്കൊരു ഹിന്റ് തന്ന പോലെ ഞാൻ കണ്ടു. തോന്നിയോ? ഓഫ് കോഴ്സ് തോന്നി. എനിക്കും തോന്നി. വൺ വേർഡ് ഫോർ പ്രണവ് മോഹൻലാൽ. മനുഷ്യനാണ്. ചേട്ടൻ ഒട്ടുമിക്ക ബിഗ് നെയിംസിനെ കൂടിയും ചേട്ടൻ ഇപ്പോൾ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് തന്നെ വരാൻ പോകുന്നത് മമ്മൂക്കയുടെ കൂടെയുള്ള കലങ്കാവൽ എന്നുള്ള മൂവിയാണ്. കലങ്കാവലിൻ്റെ ട്രെയിലറിൽ മമ്മൂക്കയുടെ ഒരു നോട്ടുണ്ട്, അത് കണ്ടപ്പോൾ തന്നെ കിളി പോയി. അതിൻ്റെ എന്താണ് ശരിക്കും എക്സ്പീരിയൻസ്? എന്ത് ചില്ലായിട്ടുള്ളൊരു വ്യക്തിത്വമാണെന്ന് പറയുന്നത്. എനിക്ക് സാർ ലൈവായിട്ട് ചെയ്യുന്നതെല്ലാം അടുത്ത് നിന്ന് കാണാൻ പറ്റി. ചില സംഭവങ്ങളൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ വൗ അടിച്ച കുറേ മൂമെന്റ്സ് ലൈവ് കാണാൻ പറ്റി. എന്താണ് നമ്മൾ കലങ്കാവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? മമ്മൂട്ടി സാർ വരാൻ പോകുന്ന നെക്സ്റ്റ് ദാറ്റ് ഈസ് ബബ്ബ. എന്താണ് ബബ്ബ ശരിക്കും? இந்த வாட்டி മിസ്സേ ആകാതെ ഭയം, ഭക്തി, ബഹുമാനം. അതെ അതെ, അതാണ് ബബ്ബ. അതിന്റെ ക്രിയേറ്റേഴ്സ് തന്നെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് വേൾഡ് ഓഫ് മാഡ്നസ്. അതിപ്പോൾ എന്ത് പറയണം, ആ പടം അങ്ങനെ ഒരു പടമാണ്. ലാൽ സാറും ദിലീപേട്ടൻ്റെയും ഒരു സോങ് പ്ലസ് ഫൈറ്റ് സീൻ പ്ലസ് മണിച്ചേട്ടൻ്റെ പാട്ടിലൂടെയാണ് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ട്. ദിലീപേട്ടൻ ഈ 2025 തൂക്കുമോ? അതിലെന്താ പ്രത്യേകിച്ച് എന്താ ഒരു ഡൗട്ട്? അമ്മാതിരി പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ ബബ്ബയിലെ. ഓക്കെ, വീണ്ടും സന്ധിക്കവരേക്കും ഡിഗ്രി കഴിഞ്ഞ് ഒരു ഉഗ്രൻ IT കരിയറിനായുള്ള സ്വപ്നങ്ങളിലാണോ? 7000-ലധികം പ്ലേസ്മെന്റ്സ്, ലോകോത്തര നിലവാരമുള്ള ജോബ് ഓറിയന്റഡ് അഡ്വാൻസ് ട്രെയിനിംഗ്, പ്രോജക്ട്സ്, മോക്ക് ഇന്റർവ്യൂസ് ലൂമിനാർ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ലൂമിനാർ ടെക്നോ ലാബ്. Trust me, you can make it possible. Hi, hello and welcome back to another episode of Virtual Media Entertainments. ഞാനൊരു പടം കണ്ടു ഗൈസ്, DSA, ദ ഹൊറർ പടം 2025 തൂക്കിയ പടം എന്ന് ആൾക്കാർ പറയുന്നു. ആൻഡ് അതിൽ പ്രണവിൻ്റെ കൂടെ തന്നെ ആക്ട് ചെയ്ത്, അത് മാത്രമല്ല ആൾക്കാരെ ഞെട്ടിപ്പിച്ച് ജിബിൻ ഗോപിനാഥാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു ദ ഷോ ചേട്ടാ. That I seriously should say congratulations on this movie for DSA. ഞാൻ കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും അധികം പേടിച്ചിട്ടുണ്ട് ചില സീൻസിലൊക്കെ. എന്തായിരുന്നു ചേട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലിയിലൊക്കെ ഫസ്റ്റ് ഒരു റിയാക്ഷൻ മൂവി കണ്ടതിന് ശേഷം? എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഈ പടത്തിൽ ഞാൻ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഈ ടീസറോ ട്രെയിലറോ വരുന്നവരെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതൊരു സർപ്രൈസായിട്ട് വെച്ചിരുന്നതാണ്. ടീസർ ട്രെയിലർ വന്നിട്ട് പോലും എൻ്റെ ക്യാരക്ടറിൽ ഇതിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നോ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഞാനും പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ പുറകിലേക്ക് ആരും പറഞ്ഞിട്ടില്ല. അതൊരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. കാര്യം പ്രണവ് ആണ് ഹീറോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അറിയപ്പെടുന്ന ഒരു മുഖം പുള്ളിയുടേതായിരിക്കും ഏറ്റവും നന്നായിട്ട്. അപ്പോൾ അതിനെ വെച്ചിട്ട് തന്നെയാണ് സംഭവങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഈ പറഞ്ഞ ഡയറക്ടർ എന്നോട് അതേ പറഞ്ഞിരുന്നു, ഇതൊരു സർപ്രൈസ് എലമെൻ്റായിട്ട് ഇരിക്കണം. തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും അതൊരു ഇങ്ങനെ കൊള്ളാലോ പരിപാടി, നീ എന്താ അങ്ങനൊരു ടോക്ക് വരണം, അതൊരു ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്, നമുക്ക് അങ്ങനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊരു സർപ്രൈസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് പോലും അറിയില്ലായിരുന്നു അത്യാവശ്യം ഇങ്ങനെ ഒരു ക്യാരക്ടറാണെന്നുള്ളത്. അപ്പം വീട്ടിലൊക്കെ ഈ പറഞ്ഞെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത വേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഇപ്പം ഓരോരുത്തരും എന്നെ വിളിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ബിസിയുടെ അല്ല, എല്ലാവരും വിളിക്കുന്നു, ഇങ്ങനെ ഭയങ്കര സന്തോഷം അറിയിക്കുന്നു. അതിൻ്റെ ഒരു സുഖത്തിലാണിപ്പോൾ, ഒരു സന്തോഷമാണത്.
ഞാനൊരു ചോദ്യം ചോദിക്കാനിരുന്നതാണ്, എന്താണ് ഈ DSA ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ ഉണ്ട്, പക്ഷെ അത് വേണ്ട, സിനിമ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതിൽ വ്യക്തമായിട്ട് എന്താണ് ഈ DSA, എന്തുകൊണ്ട് ഈ പേര് സിനിമയ്ക്ക് വന്നു എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ആ സിനിമയ്ക്കകത്ത് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലുണ്ട് എന്താണ് DSA. ഈ മൂവി തുടങ്ങുമ്പോൾ തന്നെ ബേസ്ഡ് ഓൺ സം ട്രൂ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കാണിച്ചേക്കുന്നത്. അത് എക്സാക്ട്ലി എന്താണ് ശരിക്കും ട്രൂ ഇവൻറ്റ്സ്? അത് ഏതൊക്കെ ട്രൂ ഇവൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? അത് നമുക്ക് അത് റിവീൽ ചെയ്യാൻ പറ്റില്ല, അത് തീർച്ചയായും റിവീൽ ചെയ്യാൻ പറ്റില്ല അത് എന്താണെന്നുള്ള കാര്യം. അത് നമ്മൾ അങ്ങനെ അതൊരു ചിലപ്പം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാവാം, ചിലപ്പോൾ ചില എന്താണ് അനുഭവങ്ങളുടെ ഭാഗമാവാം. അത് എല്ലാവർക്കും ചിലപ്പോൾ അത് വർക്കാവണമെന്നില്ല. അത് പറഞ്ഞാൽ അത് ചുമ്മാതെയാണെന്നൊക്കെ പറയും. നമുക്ക് അതുകൊണ്ട് അതിനെ ഏതാണ് എന്താണെന്നുള്ള ഇവിടെ തിരിച്ച് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല, അത് പറയില്ല. അത് വേറൊരു ടോക്കിലോട്ട് പോകും. അതിങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് ശരിയല്ല, അതങ്ങനെ സംഭവിക്കില്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, പക്ഷേ ഇത് അങ്ങനെ ബേസ് ചെയ്താണ് നമ്മൾ സിനിമ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ട്. വെറുതെ അങ്ങനെ ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് വെച്ചിട്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഒറിജിനൽ സംഭവം എന്നുള്ളത് അത് കണ്ട് തീരുമാനിച്ചാൽ മതി. അത് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടു. അതെ, അതിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പം അതിൽ ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയുമ്പം ആരുടെയെങ്കിലും ജീവിതത്തിൽ നടന്നതാണോ? ഐ മീൻ ഡയറക്ടറിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവത്തിൽ നിന്നാണോ ഇത് എടുത്തേക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് ആരുടെ ജീവിതത്തിൽ നടന്നുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തൊക്കെയോ നടന്ന സംഭവങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ സംഭവം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ലൈൻ എഴുതിയത് അവിടെ. ഓക്കെ. മൂവി തുടങ്ങുന്നത് തന്നെ ചേട്ടൻ്റെ ഫേസ് വെച്ചാണ്. ഓക്കെ, ചേട്ടനാണ്. എന്താ നല്ല കാര്യമല്ലേ? അതെ, നല്ല കാര്യമാണ്, ഓഫ് കോഴ്സ് നല്ല കാര്യമാണ്. അപ്പം അത് തുടങ്ങുന്നത് തന്നെ ചേട്ടനിപ്പം ഷൂട്ടിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ആദ്യം പറഞ്ഞപ്പോൾ ചേട്ടൻ എന്തായിരുന്നു ശരിക്കും ഫീൽ ചെയ്തത്? സ്റ്റാർട്ട് തന്നെ ചേട്ടൻ്റെ ഫേസിൽ വെച്ചായിരിക്കും എന്ന് പറഞ്ഞപ്പം അത് പറഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് അത് അങ്ങനെയല്ല, എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഇതിലെവിടെയാ ഹൊറർ ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. അതെല്ലാം ഡയറക്ടറുടെ പരിപാടിയാണ്, ഈ ഹൊററൊക്കെ മാറ്റുക എന്നുള്ളത്. നമുക്ക് തന്ന ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഇങ്ങനെ വെച്ചിട്ട് പുള്ളി ഒരിക്കലും എന്നോട് ഹൊറർ പടമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നല്ല എന്നോട് കഥ പറയുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു ജോണർ അനുസരിച്ചിട്ട് കഴിഞ്ഞ 2 പടവും പുള്ളി ഞാൻ മൊത്തത്തിൽ വായിച്ചു വരുമ്പോൾ ഇത് സംഭവം പരിപാടി തന്നെയാണ്, പക്ഷെ ഇതിലെവിടെയൊക്കെയാണ് ഇങ്ങനെ ആ ഒരു സംശയം എനിക്കും ഉണ്ടായി. പക്ഷെ ഫീൽ ചെയ്തില്ലേ? പേടിച്ചില്ലേ? നല്ലപോലെ പേടിച്ചു. അത് മതി, നമുക്ക് അതാണ് സന്തോഷം. ഒരാൾ പേടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഓരോരുത്തർ വിളിച്ചിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ല, വളരെ സന്തോഷം. എനിക്ക് വളരെ സന്തോഷം. നമ്മുടെ പടത്തിൻ്റെ ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വളരെ സന്തോഷം. എന്ത് പരിപാടികളെ കാണിച്ചു പേടിച്ച് മനുഷ്യൻ, വളരെ സന്തോഷം. അതിനേക്കാൾ സന്തോഷം അപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ എന്നല്ലേ അതിൻ്റെ അർത്ഥം. നടക്കട്ടെ. ഓപ്പണിംഗ് ഷോട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ കഥ ആദ്യം നെറേറ്റ് ചെയ്തപ്പം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നെറേറ്റ് ചെയ്തപ്പോൾ ചേട്ടന് തോന്നിയില്ല ഇത് ഒരു ഹൊറർ ജോണറിൽ പോവെന്ന്. അതെന്താ അങ്ങനെ തോന്നാൻ ചേട്ടന്? ലൈക്ക് ഓൺ ഷൂട്ട് ഓൾസോ ചേട്ടനത് ഫീൽ ചെയ്തില്ലേ ആ ഒരു ഇന്റൻസിറ്റി? അത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്. ജസ്റ്റ് നമ്മളൊരു കഥ വായിക്കുമ്പോൾ നമ്മളിപ്പോൾ ആരായാലും ഒരു കഥ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഭാവനയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് എഴുതിയത് ഈ ഡയറക്ടർ തന്നെയാണ് കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എഴുതുമ്പോൾ തന്നെ അറിയാം ഇതിലെവിടെയൊക്കെയാണ് പീക്ക് പോയിന്റ്സ്, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടികളുള്ളത്, എവിടെയൊക്കെ അത് കൃത്യമായിട്ട് പുള്ളിയുടെ മനസ്സിൽ ഓരോ ഷോട്ട് തന്നെ വെക്കുന്നത് അതുകൊണ്ടാണല്ലോ. പുള്ളിയുടെ മനസ്സിലെ സിനിമയാണ് പുള്ളി ഓരോ ഷോട്ടായിട്ട് വെക്കുന്നത്. അത് ഇത്ര നേരം വേണം, അത് ഈ ഷോട്ട് ഇത്ര നേരമുള്ളതാണ്, ഇത്രയും ലെങ്ത് വേണം, ഇത്ര വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും കൂട്ടി ചെയ്യാം, കുറച്ചുകൂടെ കൂട്ടി ചെയ്യാം, കുറച്ചുകൂടെ കുറയ്ക്കാം എന്ന് പറയുന്നത് പുള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു ആ സിനിമയാണ്. പൂർണ്ണമായിട്ട് സിനിമ അറിയുന്നത് അദ്ദേഹത്തിന് മാത്രമാണ്. അതിൻ്റെ ഒരു ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ ഇന്നലെ മുതൽ തിയേറ്ററിൽ കാണുന്നത്. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ സിനിമ ഇന്നലെ പ്രീമിയർ ഷോയ്ക്കാണ് ഞാൻ കാണുന്നത്. ഡബ്ബിങ്ങിന് പോലും ഞാൻ എൻ്റെ പോർഷൻസ് മാത്രമേ കണ്ടുള്ളൂ. എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അങ്ങറ്റം ത്രൂ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് ചെയ്തപ്പോൾ എനിക്ക് മീൻസ് നമുക്കത് മ്യൂസിക് അറിയില്ല, ഇതിൽ മ്യൂസിക്കും കാര്യമൊക്കെ വന്നപ്പോൾ വേറെ ലെവലായില്ലേ. മ്യൂസിക് എടുത്ത് പറയേണ്ടത് തന്നെ ഒരു മ്യൂസിക് കട്ട്സ് ഗംഭീര കട്ട്സ് ആണ്. അബ്സല്യൂട്ട്ലി എല്ലാം. ക്യാമറ ഷെഹനാദ് കട ഗംഭീരമായിട്ടുള്ള മീൻസ് ഫുൾ. ഇവരാരെയും നമ്മൾ ഇപ്പോൾ ഇത് ഗംഭീരമാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇപ്പം നമ്മൾ ആര് പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ ഗംഭീരമാണെന്ന് എല്ലാവർക്കും അറിയാം.
Right. ഇതിലാരും നമ്മൾ എടുത്തെടുത്ത് പറയില്ല. ചിലപ്പോൾ നമ്മൾ വായിന്ന് ഇങ്ങനെ അറിയാണ്ട് വരും. കാര്യം നമ്മുടെ ഒരു സന്തോഷം കൊണ്ടാണ് ഇതൊക്കെ വന്നു പോകുന്നതാണ്. അപ്പം അറിയാണ്ട് കയറി വരുന്നതാണ്. ഇപ്പം ക്യാമറയെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ക്യാമറ അത് മാത്രമല്ലല്ലോ, കട്ട്സ് എന്ത് ഗംഭീരമാണ് എന്ന് പറഞ്ഞു പോകുന്നതാണ്, സംഭവിച്ചു പോകുന്നതാണ്. മീൻസ് ഇത് എല്ലാവരും എല്ലാവരും ഈ പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. മീൻസ് ഈ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല പറയുന്നത്. മീൻസ് ഞങ്ങൾ ചെയ്ത ഈ അഭിനയം എന്നുള്ള പരിപാടിയുടെ അവിടെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു ഈ പറഞ്ഞ ബിഹൈൻഡ് ദ ക്യാമറ ടീംസ് എല്ലാം ഗംഭീര കക്ഷികളാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സീനുണ്ട്, അതിപ്പോൾ ചേട്ടനും അറിയാം, ഇനി മൂവി കണ്ട ആൾക്കാർക്കും അറിയാം. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഫീൽ ആയിരുന്നോ? എക്സാക്ട്ലി ജസ്റ്റ് ലൈക്ക് ചേട്ടൻ ഇപ്പോൾ തിയേറ്ററിൽ കണ്ട അതേ രീതിക്ക്? ഓക്കെ, തീർച്ചയായിട്ടും. കാര്യം എനിക്ക് ആ സീൻ പറഞ്ഞിരുന്ന ഡയറക്ടറിൻ്റെ ഉള്ളിൽ ആ സമയത്ത് ഈ റീൽ ഓടിക്കൊണ്ടിരിക്കുക സിനിമയുടെ. ഇവിടെ എൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്യണം, എന്താണ് ആളിനുള്ള ഫീൽ എന്നുള്ള ഉൾപ്പെടെ എനിക്ക് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈച്ച് ആൻഡ് എവറി ഓരോ ആൾക്കാരിൽ വന്ന് ചെറിയ സംഭവങ്ങൾ ചെയ്തവർ വരെ എന്ത് നന്നായിട്ടാണ് പെർഫോം ചെയ്തേക്കുന്നത് അല്ലേ? അത് എല്ലാവരും വന്നിട്ട് നേരെ ടേക്കിലേക്ക് വന്ന് കയറി ചെയ്തതല്ല. ഡയറക്ടറുടെ ഉള്ളിലുണ്ടായിരുന്ന സിനിമ എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് അത് മാത്രം ചെയ്യിച്ചതാണ്. സോ എനിക്കുണ്ട് എന്താണോ അതിൽ കണ്ട സാധനം എനിക്കത് പറഞ്ഞതാണ്. നമുക്കൊരു സാധനം വർക്കൗട്ടാക്കി എടുക്കുന്നത് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഷോട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്ന പരിതസ്ഥിതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ്. ഇത് അവിടെ ഈ ക്യാരക്ടറിലേക്ക് ഞാൻ പോകണം. അല്ല, എന്നിലേക്ക് ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഞാനായിരിക്കും. പകരം എന്താണോ ഒരു ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിലേക്ക് ഞാനെന്ന വ്യക്തി ചെല്ലുക. അപ്പോഴത്തേക്കും പിന്നെ ആ ക്യാരക്ടറിനനുസരിച്ച് നമ്മൾ ജീവിച്ചോളൂ. ഇതിൽ ഓരോ ആൾക്കാരും അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് കിട്ടുന്ന കൈയടികൾ അല്ലേ? ഈ മൂവിയിൽ ഓരോ സീൻസും ഓരോരുത്തരുടെ നോട്ടവും ഓരോ എന്താ പറയുക ജെസ്റ്റേഴ്സ് അടക്കം ഭയങ്കര മൈന്യൂട്ട്. എന്താ വെച്ചാൽ ദ ഹോൾ മൂവി ഗോസ് ഇൻ സൈലൻസ്. മോസ്റ്റ്ലി നമുക്ക് അവിടെ അധികം ഡയലോഗ്സ് അല്ല, നമുക്ക് സറൗണ്ടിങ് സൗണ്ട്സ് ആണ്, ലൈക്ക് നാച്ചുറൽ സൗണ്ട്സ് ആണ് കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ടവും അതൊക്കെ ഡയറക്ടർ നിങ്ങളുടെ അടുത്ത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണോ, അതോ നിങ്ങൾ കയ്യിൽ നിന്നിട്ട സംഭവമാണോ, അത് യു ഹാഡ് എ പ്രെപ്പ് ഫോർ ഇറ്റ്? അങ്ങനെ ഒരു പ്രിപ്പറേഷനും ഒന്നത് പുള്ളി സമ്മതിക്കില്ല. ഓക്കെ, എന്താണ് വേണ്ടതെന്നുള്ള അവിടെ വെച്ച് പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് പറഞ്ഞുതരും. വളരെ ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ അമ്മാതിരി നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയതുപോലെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് ചിലപ്പം ഒന്നുകിൽ എക്സ്ട്രാ പല സാധനങ്ങൾ കയറി വരും, ചിലപ്പോൾ കുറഞ്ഞു പോകും. ഇത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുന്ന സാധനം മാത്രം വരുമ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും കുറവ് കൂടുതലുണ്ടെങ്കിൽ പറയും ഒരല്പം ഒരു പോയിൻ്റ് നോട്ട് 1 അതും കുറച്ചാൽ ഇതിനേക്കാൾ ബെറ്ററാണ്, ഇത് നല്ലതാണ് എന്നേ പറയുള്ളൂ. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം കൃത്യമായിട്ട് പുള്ളി അവിടെ നിന്ന് റിമോട്ട് ഒരു കൺട്രോളുണ്ട്. അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് ഭയങ്കര എല്ലാവരും സെറ്റിലായിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും ഓരോ സീനിൽ വന്ന് പോകുന്നവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഇങ്ങനെ പുള്ളിയുടെ തന്നെ ഈ ഡയറക്ടറുടെ തന്നെ വിഷനാണ് എന്ത് വേണം എന്നുള്ളത്. പ്രണവ് മോഹൻലാലിൻ്റെ ഒരു എൻട്രി ഉണ്ട്, അത് ഒരു ഹോളിവുഡ് സ്റ്റൈൽ എൻട്രിയാണ്. ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ ആരും അങ്ങനെ ഒരു എൻട്രി തന്നിട്ടില്ല. അപ്പം അതിനെ പറ്റി ചേട്ടൻ എന്താണ് അഭിപ്രായം? ചേട്ടൻ ആദ്യമായിട്ടായിരിക്കുമല്ലോ അത് കണ്ടത് സ്ക്രീനിൽ. അപ്പം ചേട്ടന് എങ്ങനെയായിരുന്നു ഒരു റിയാക്ഷൻ? നമ്മൾ ഈ ആരും കാണാത്ത സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. മലയാള സിനിമയിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, അതാണ് എൻ്റെ ഭംഗി. അപ്പോൾ ഒരു പുതിയൊരു എൻട്രി കൊടുത്തു, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു ചോദ്യം വന്നത്. അങ്ങനൊരു അയാൾ ആരാണ്, അയാൾ എന്താണ് എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ഫസ്റ്റ് ഷോട്ടിലേക്ക് കാണിക്കുന്ന സാധനം അത്. ആ ഒരു ക്യാരക്ടറിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനാണ് ആദ്യമേ തന്നെ ഒരു സാധനം കൊടുത്തേക്കുന്നത്. അത് മതി. അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, ആ ഒരു ക്യാരക്ടർ എന്താണ്, അതിനുവേണ്ടിയാണ് അത് അങ്ങനെ ചെയ്തേക്കുന്നത്. അതും ഈ പറഞ്ഞ ഡയറക്ടറുടെ ബില്ലിങ്സാണ്. അത് വേറെ നമുക്കൊന്നും അവിടെ ഒന്നും ഇല്ല. ഇപ്പോൾ ഈ സാമ്പ്രദായികമായിട്ടുള്ള പല സാധനങ്ങളെയും തച്ചുടച്ചിട്ടാണ് ഈ പടത്തിൽ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം നമ്മളൊരു സാധാരണഗതിയിലൊരു ഹൊറർ ജോണിലുള്ള പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്. മറ്റേ കൂമൻ വിളിക്കുന്നു, മറ്റേ പഴയ തകർന്ന കെട്ടിടം, മറ്റേ അവിടെ മന, അത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിരുന്നു. ഇതൊന്നുമില്ലല്ലോ. മീൻസ് അങ്ങനെ ഒരു സംഭവമായിട്ടല്ലല്ലോ ഇത്. ഭയങ്കര ഒരു ലൈവായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഹൊറർ ചെയ്യാൻ അവിടെ തന്നെ പോകണമെന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുള്ളി കാണിച്ചില്ലേ.
എവിടെയും സംഭവിക്കാം. ഈ പറഞ്ഞ പവറൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇമാതിരി പവറൊക്കെ ഇപ്പം നമുക്കിടയിൽ സംഭവിക്കാം. ഈ പറഞ്ഞ പോലെ റിയൽ ഇൻസിഡൻ്റ് ഒക്കെയാണ് നടന്നിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് പേർക്കിടയിൽ ചിലപ്പോൾ ഒരു പവർ ഉണ്ടാവാം, ചിലപ്പം ഇങ്ങനെ ആ ഒരു രീതിയിലൊരു പുതുമയുള്ള അല്ലെങ്കിൽ ഒരു ലീഡ് ക്യാരക്ടറിനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ വേറൊന്നുമില്ല. ചേട്ടൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ലൈക്ക് സംതിങ് അബ്നോർമൽ ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ഒരു എക്സ്പീരിയൻസ്? അല്ല, അങ്ങനെ നടന്നുകൊണ്ടൊന്നുമല്ല എന്നെ പുള്ളി പടത്തി അല്ല, വെച്ചിട്ട് അങ്ങനെയൊന്നും വിചാരിക്കരുത്. അല്ല, just ഇല്ല, അങ്ങനെയല്ല. അങ്ങനെ നമ്മളങ്ങനെ അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഓക്കെ, വേണമെങ്കിൽ പറയാം അങ്ങനെ ഉണ്ടെന്ന്, പക്ഷെ ഇല്ല. പ്രണവ് യൂഷ്വലി ശരിക്കും ചേട്ടൻ ഭയങ്കര ഒരു സംസാരിക്കാൻ താല്പര്യം, ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ആളാണ് ശരിക്കും കാണുമ്പോൾ. അതേപോലെ പ്രണവ് മോഹൻലാൽ നമ്മൾ കാണുമ്പോൾ അല്ല ആൾക്കാർ പറയുന്നത് പോലും ഭയങ്കര ശാന്ത്, എന്താ പറയുക, അധികം ആരോടും മിണ്ടാത്ത ഒരു ക്യാരക്ടറാണ്. എങ്ങനെയായിരുന്നു ആളുടെ കൂടെയുള്ള ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ, അല്ലെങ്കിൽ ഹൗ വാസ് ഹീ ഓൺ സെറ്റ്? അയ്യോ, എന്താ, പ്രണവിനോട് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ഈ പ്രണവ് എന്താണ്, പ്രണവ് ആരാണെന്ന് സകലമാന ചാനലുകാരും സകലമാന പുള്ളിയായിട്ട് ബന്ധമുള്ള ആൾക്കാരും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരല്പം പോലും പുള്ളി മാറിയിട്ടില്ല. മീൻസ് വളരെ കാമായിട്ട് കൂളായിട്ട് നടക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹം എന്താണ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എന്താണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്താണെന്നോ അങ്ങനെയൊന്നും ഒരു വിധത്തിലുമുള്ള ചിന്തകൾ അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ നടക്കുന്നൊരു മനുഷ്യനെ അല്ല. ഒരു വലിയ ബഹളങ്ങളിലൊന്നും അങ്ങനെ നിൽക്കാത്ത, വളരെ സ്വന്തമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്ത് മുന്നോട്ടങ്ങ് പോകുന്നൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്നതിനപ്പുറത്തേക്കൊരു നല്ല ഒരു നടൻ, ഒരു കൂട്ടുകാരൻ. ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള സീൻസൊക്കെ തുടങ്ങി. ഒരു സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല സിങ്കായി. കാര്യം ഞങ്ങൾക്ക് ഒരു എന്താണ് ഒരു വൈബ് നമുക്ക് കിട്ടി. ഞാൻ എന്ത് പറയണം, എന്ത് പറയുമ്പോൾ എവിടെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ റിയാക്ഷൻ കൊടുക്കണം, അതിൻ്റെ കൗണ്ടർ എവിടെ പറയണം, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്റ്റായി തുടങ്ങി. അത് മീൻസ് രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ തന്നെ നല്ലൊരു കൂട്ടുകാരനായി. ഒരു ക്യാരക്ടറിലേക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എത്താൻ പറ്റി. ഞങ്ങൾ തമ്മിലുള്ള കോമ്പോ സീൻസുകളിൽ നല്ലൊരു മനുഷ്യൻ. അതാണ് പ്രണവ്. ഓക്കെ, ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹോറർ സിനിമകളിൽ ആക്ട് ചെയ്യുമ്പോൾ അത് ഇത്തിരി കൂടി ഡിഫിക്കൽട്ടാണെന്നാണ്. അതിൻ്റെ പ്രോസസ്സ് ഇത്തിരി കൂടി ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് നമ്മുടെ അഗെയിൻസ്റ്റ് ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റി ഫിസിക്കലി ഇല്ല. നമുക്കത് ഇത്തിരിയും കൂടി കൂടുതൽ എഫേർട്ട് ഇട്ട് ആക്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ ഒരു സീനുണ്ട്. അപ്പം അതിൽ ചേട്ടൻ എന്തായിരുന്നു എക്സ്ട്രാ പ്രെപ്സ് എന്തെങ്കിലും അതിൽ ചെയ്തായിരുന്നോ, അതോ ഇല്ല ഫോർ പ്രണവ് ഓൾസോ? ഇല്ല. എല്ലാം എന്തിന്? ഇത് നമുക്കൊന്നും അനുഭവമുള്ള കാര്യമല്ലല്ലോ. ഇപ്പം ഇതുപോലൊരു ഈ പറഞ്ഞ ഒരു പവർ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ളൊരു സംഭവമല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സീൻ വരുമ്പോഴത്തേക്കും ഇത് നേരത്തെ പറഞ്ഞ ഇത് തന്നെയാണ് എനിക്കൊന്നും റെപ്പറ്റേഷൻ ആവുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് പുള്ളി ഡയറക്ടർ പറയുന്നു ഈ സീൻ ഇങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ എടുക്കുന്ന ഈ പറഞ്ഞ സീനുകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം നല്ല സിങ്കായി, എല്ലാവരുമായിട്ടും പരസ്പരം ഒരു സിങ്കായിട്ടുണ്ട്. ഈ പടം ഏത് മൂഡാണ്, ഈ പടത്തിൻ്റെ ഒരു റിതം എന്താണ്, ഇതിൽ ഏത് ലെവലിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. മീൻസ് ആക്ടേഴ്സിനൊക്കെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഇത് പറഞ്ഞു തരേണ്ട ഒരു സാധനമേ ഉള്ളൂ. എന്താണ് ഈ സീനിൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഉള്ള കൃത്യമായിട്ടുള്ള ധാരണ തന്നതുകൊണ്ട് എല്ലാവരും പെർഫോം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെതായാലും പ്രണവിൻ്റെതായാലും ആരുടേതായാലും. അല്ലാതെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ഇടുക എന്നുള്ളത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എനിക്കറിയില്ല ഞാൻ ഇട്ടത് എക്സ്ട്രാ ആയിട്ടാണോന്നും എനിക്കറിയില്ല. കാര്യം ചെയ്യാൻ പറഞ്ഞൊരു സാധനം ചെയ്തു, അത്രേ ഉള്ളൂ. ഇതിപ്പം രാഹുൽ സദാശിവൻ എന്നുള്ള ഡയറക്ടർ, ആൾക്കൊരു പെർഫെക്റ്റ് വിഷൻ ഉണ്ട്, ആൾക്ക് എന്താണ് ഓൺ സ്ക്രീൻ വേണ്ടത്. അപ്പം ആള് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചേട്ടൻ ഇംപ്രവൈസ് ചെയ്ത് ആൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സീൻ ഉണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ആ സിനിമ കാണാപ്പാടമാണ് അദ്ദേഹത്തിന്. എനിക്ക് ഇംപ്രവൈസ് ചെയ്ത് പ്രത്യേകിച്ച് കൊടുക്കാൻ മീൻസ് ഡയലോഗ് ഡെലിവറിയിലോ അല്ലെങ്കിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനത്തിലോ സജഷൻസ് എന്ത് വേണോ പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല. വളരെ കൂളായിട്ടിരിക്കുന്ന വളരെ വളരെ ജോവിയലായിട്ടുള്ളൊരു അടിപൊളി മനുഷ്യനാണ് രാഹുൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എടുക്കുന്ന പടങ്ങളൊക്കെ നാട്ടുകാരെ പേടിപ്പിക്കുന്നതാണെങ്കിലും ഭയങ്കര അടിപൊളി ഒരു മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര നല്ലൊരു
അങ്ങനെ ഒരു ആളാണ്. സോ അങ്ങനെ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും, തുറന്ന് സംസാരിക്കാൻ പറ്റും. എന്തൊരു സീനാണെങ്കിലും ഡയലോഗ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സാധനം ചെയ്താലോ, അപ്പോൾ പുള്ളി പറയും, പുള്ളി ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചു, അതിനാ വേണം, എൻ്റെ ആവശ്യം ഉണ്ടോ, നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ തന്നെ രസമായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ എല്ലാവരും കൈയടിക്കുന്ന സിനിമ. അതെ. ചേട്ടനിപ്പോൾ കുറേയേറെ ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്തു. രാഹുൽ സദാശിവന്റെ കൂടെ വർക്ക് ചെയ്തപ്പം ആളുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ എന്തെങ്കിലും ചേട്ടൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ഹൗ ഡിഫറെൻറ്റ്? അത് ഓരോ ഡയറക്ടേഴ്സും ഓരോ തരത്തിലാണ്. മീൻസ് അവരുടെ സ്വഭാവത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇവർ ട്രീറ്റ് ചെയ്യുന്നത്, സിനിമയെ ട്രീറ്റ് ചെയ്യുന്നത് ഓരോ തരത്തിലായിരിക്കും. അതിപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടാവില്ലേ. ഒരു അഭിനയിക്കുന്നതിലാണെങ്കിൽ പോലും നമ്മുടെ ഓരോ ആക്ടേഴ്സും അവരവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ശൈലിയിലാണ് ചെയ്യുന്നത്. അതിപ്പോൾ അഭിനയിക്കാനായാലും ഡിറക്ഷനായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം രാഹുലിൻ്റെതായിട്ടുള്ള സ്റ്റൈലാണ്. അത് നമുക്ക് അതൊരു പെക്യുലറായിട്ട് എന്തെങ്കിലും എടുത്തു പറയാൻ, ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യുന്ന ആദ്യത്തെ പടമാണ്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാ പടങ്ങളും കണ്ട് അമാതിരി ആസ്വദിച്ചൊരു മനുഷ്യനാണ്. ഏതെങ്കിലും രാഹുലിൻ്റെ ഒരു പടത്തിൽ ഒരു സീൻ എനിക്ക് ചെയ്യണമെന്ന് വലുതായിട്ട് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ്. ആ സ്ഥലത്താണ് അത് ഈ പറയുന്നൊരു രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യിക്കുന്നത്. അപ്പോൾ സോ എനിക്ക് എന്താ പറയുക, അങ്ങനൊരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ പുള്ളി എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സാധനം നമ്മളെ കൊണ്ട് ചെയ്യിച്ചെടുക്കും, എടുപ്പിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ഈ ഒരു ജോണർ ആയതുകൊണ്ടാണ്. അത് ഒന്ന് കൂടുകയോ ഒന്ന് കുറയുകയോ ചെയ്താൽ മൊത്തം പാളും, ഏതെങ്കിലും ഒരു സീനിലാണെങ്കിൽ പോലും. സോ അത് കൃത്യമായിട്ട് എടുക്കുന്ന ഒരു ആളാണ്, ഒരു അടിപൊളി മനുഷ്യൻ. ത്രൂ ഔട്ട് ദ ഷൂട്ട് ചേട്ടന് ഏറ്റവും ഡിഫിക്കൾട്ട് അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ യൂഷ്വലിനേക്കാളും ഇത്തിരി കൂടുതൽ ഇൻപുട്ട് അല്ലെങ്കിൽ എഫേർട്ട് ഇട്ട് ഏതാണ് ആ സീൻ, ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് സീൻ? അത് പടം കണ്ട് ആൾക്കാർ തീരുമാനിക്കട്ടെ, ഞാൻ പറയില്ല. ഞാൻ എന്തെങ്കിലും അമ്മാതിരി ഇൻപുട്ട് ഇട്ട് ഒരു പടം സീൻ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറയില്ല ഞാനത് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. മനസ്സിലായോ? പക്ഷേ ചേട്ടൻ്റെ പെർട്ടിക്കുലർ ഒരു ഞാൻ ചോദിച്ചോട്ടെ, ഈ അങ്ങനെ ചെയ്ത ഏതെങ്കിലും ഒരു സീൻ പപ്പ പറഞ്ഞേ കണ്ടെന്നുള്ള സിനിമ ഉണ്ടല്ലേ, ഏതാ തോന്നിയിട്ടില്ല? ഏതാ? എനിക്ക് ചേട്ടൻ്റെ ഒരു സീനാണ്. അത് അങ്ങനെ ഓപ്പണായിട്ട് പറയണ്ട, പറയാൻ പറ്റുന്ന രീതി പറഞ്ഞു. ഒരു സീൻ എനിക്ക് ആക്ച്വലി കുറേ സീൻസ് ഉണ്ട്, അതിൽ ഞെട്ടിപ്പിച്ച 2-3 സീൻസ് ആണ് എനിക്ക് ഇപ്പോഴും. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒരു എംപ്റ്റി ഫ്രെയിംസ് ആണ് ശരിക്കും അത്. പക്ഷേ ഭയങ്കരമായിട്ട് പേടിക്കും നമ്മൾ. എനിക്ക് മനസ്സിലായി. നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ആലോചിച്ച് പോവും, നമ്മൾ വീട്ടിൽ തനിച്ചാണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. അത് അപ്പോഴാണ് കൂടുതൽ. യെസ്. അപ്പം അതൊക്കെ കണ്ടപ്പോഴാണ് ഐ വാസ് ലൈക്ക് ഓക്കെ, അതൊക്കെ അങ്ങനത്തെ കുറേ ഷോർട്സ് ഉണ്ട്. പിന്നെ സ്പെസിഫിക്കലി ചേട്ടൻ്റെ ഒരു ഷോട്ട്, ചേട്ടൻ്റെ ഒരു സീനാണ് മൊത്തം. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് സീൻ ഐ മസ്റ്റ് സേ. അപ്പം യെസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. സന്തോഷം. ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് മെമ്മറി ഫ്രം ദ സെറ്റ്? ഫേവറേറ്റ് മെമ്മറി എന്ന് വെച്ചാൽ ഞാൻ ഈ പടത്തിലേക്ക് വന്നത് എൻ്റെ വളരെ യാദൃച്ഛികമായിട്ട് വന്ന ഒരാളാണ്. ഞാൻ പടത്തിലേക്ക് വന്നത് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മോനുണ്ട്, ദിൻനാഥ് പുത്തഞ്ചേരി. അവനാണ് എന്നെ ഈ പടത്തിലോട്ട് സജസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട്. ഈ ഒരു ക്യാരക്ടറിൻ്റെ സംഭവം വന്നപ്പോൾ എൻ്റെ പിക്ക് ആദ്യമായിട്ട് എടുത്ത് കാണിക്കുന്നത് രാഹുലിനെ കാണിച്ചിട്ട്, ഇത് ജിബിൻ എന്ന പേര്, പുള്ളി നമുക്ക് നോക്കാൻ പറ്റുമോ ഈ ക്യാരക്ടറിലോട്ട് ചോദിച്ച് എനിക്ക് ഈ ഒരു ലോകത്തിലേക്ക്, ഇവരുടെ ആ ഒരു സെറ്റപ്പിലേക്ക് എന്നെ എൻട്രി തരാൻ കാരണക്കാരനായ ദിൻനാഥാണ്. അതെനിക്ക് ഒരിക്കലും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മറക്കാനാത്ത കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ഷൂട്ട് നടന്ന എല്ലാ ദിവസങ്ങളും, ഇവരോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഇത് മൊത്തത്തിൽ? ഒരു മാസത്തോളം, ഒരു മാസം. ഇത് മോസ്റ്റ്ലി കൊച്ചിയിൽ തന്നെയായിരുന്നു ലൊക്കേഷൻസ് ഒക്കെ? കൊച്ചി, കോഴിക്കോട് ഭാഗത്തൊക്കെ ആയിരുന്നു. ഓക്കെ. ഇതിലെവിടെയാണ് കൊച്ചി, ഏതാണ് കോഴിക്കോട് എന്ന് ചോദിക്കുന്നത് ഞാൻ പറയാം. അല്ല, അതെനിക്ക് മനസ്സിലാക്കി. ഈ സീരിയസ് ടേക്സിനിടയിൽ എപ്പോഴെങ്കിലും ചിരി വന്നു പോയിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഞങ്ങൾ ഇന്നലെ സിനിമ കണ്ടിട്ട്, സിനിമ ഇറങ്ങിയിട്ടും ഞങ്ങളിങ്ങനെ ചീഫ് അസോസിയേറ്റ് സിദ്ധാർത്ഥിനോടൊക്കെ എന്ന് പറയായിരുന്നു, ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, അത് തിയേറ്ററിൽ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവില്ല. പക്ഷേ ഞാനും പ്രണവും കൂടെ ആയിട്ടുള്ളൊരു ഭയങ്കര സീനാണ്. ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ട്രോളി ഷോട്ട് കണ്ടാണ് തോന്നുന്നു,
ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുമ്പോൾ ഒരു കൗണ്ടർ പുള്ളി പറയുന്നുണ്ട് ഒരു ഡയലോഗ് പറയുമ്പോൾ. എനിക്കത് കേട്ടപ്പോൾ തൊട്ട് ചിരി വന്നു തുടങ്ങിയിട്ട് ഒരു വിധത്തിൽ ഇത് വീണ്ടും ഞാൻ പറഞ്ഞു ഓക്കെ 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 ഞാൻ കൂളാണ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാനിങ്ങനെ വീണ്ടും പറഞ്ഞിങ്ങനെ തുടങ്ങി വീണ്ടും ഇവൻ ആ കൗണ്ടർ പറയും എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇങ്ങനെ കുറേ നേരം പോയി അതൊക്കെ ചിരിച്ച്. പക്ഷെ ഇന്നലെ അത് കണ്ടപ്പോൾ ആൾക്കാർ ആ സീനിലൊക്കെ ഇങ്ങനെ ആ മൂഡിൽ ഇങ്ങനെ ഇരിക്കുക. എനിക്കാണെങ്കിൽ ദൈവം ഇവിടെയാണല്ലോ ഞാൻ ചിരിച്ചു മറിച്ചത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇന്നലെ ആ ഒരു നമ്മൾ ഫോറത്തിലിരുന്ന് ആദ്യത്തെ ഷോ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുക അങ്ങനെ എല്ലാവരെയും എടാ ഇത് എനിക്ക് ചിരി സഹിക്കാൻ പറ്റാതെ ഇപ്പോൾ ആ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചിരി നിർത്തുമ്പോൾ അദ്ദേഹത്തിന് ചിരി വരും. മീൻസ് ഒരു കോമ്പിനേഷൻ ആ കോമ്പോ ഒരു രസം. അത് കുറച്ച് നേരം അധികം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കട്ട് പറഞ്ഞു വരും. അങ്ങനെ കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ ടേക്ക് പോയായിരിക്കും. അങ്ങനെയൊന്നുമില്ല ടേക്ക് അതെന്താ. ഓക്കെ. ഈ ഹൊറർ മൂവീസ് ഒക്കെ നമ്മൾ യൂഷ്വലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്രൂവിന് എപ്പോഴെങ്കിലും അബ്നോർമൽ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ അങ്ങനെ എന്തെങ്കിലും യുനോ നിങ്ങളുടെ ക്രൂവിനോ ആർക്കെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കേട്ടിട്ടില്ല ഇതായിരിക്കും. ഇനി ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് ആരെങ്കിലും പണി കിട്ടിയെന്ന് എനിക്ക് നന്നായി ഒരു ധാരണയില്ല. നടക്കുന്നതിനിടയ്ക്ക് ആരും അങ്ങനെ സംസാരിച്ച് കേട്ടില്ല. ചോദിക്കണം, ഇനി ഞാൻ ചോദിക്കാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും പണി കിട്ടിയോ എന്നുള്ളത്. ക്ലൈമാക്സിൽ ചേട്ടൻ്റെയും പ്രണവിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും പെർഫോമൻസ് അത് ശരിക്കും എത്ര ടൈം നിങ്ങൾ റിഹേഴ്സ് ചെയ്തിട്ടാണോ അത്രയും ഫിനിഷ്, അതോ ലൈക്ക് ഹൗ വാസ് ഇറ്റ്? അത് മൊത്തത്തിൽ ഭയങ്കര ഒരു സീനായിരുന്നു. അതെങ്ങനെയായിരുന്നു ശരിക്കും അത് കൊറിയോഗ്രാഫ് ചെയ്തത്? ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തൊരു സാധനമായിരുന്നു അത്. ഭയങ്കര നന്നായിട്ട് കൊറിയോ ചെയ്ത് അത് അതിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം സംഭവം എടുക്കുന്ന ഇതാണ് എന്നുള്ള പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ഒരു പാളിച്ച വരരുത് നോക്കിയിട്ട് നന്നായിട്ട് തന്നെ കൊറിയോ ചെയ്ത് നമ്മൾ കുറേ റിഹേഴ്സലൊക്കെ ചെയ്ത് മീൻസ് ഷൂട്ടിനിടയ്ക്ക് തന്നെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു ടൈമിങ്ങിൻ്റെ കളിയാണല്ലോ. അവിടെ ഇവിടെ എന്നുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു സാധനം തന്നെയായിരുന്നു. നന്നായിട്ട് നമുക്കത് ഈ ഒരു ഫോം നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ വളരെ പ്ലെയിനായിട്ട് അവിടെ ചെയ്യുന്നതാണല്ലോ ഈ സംഭവം. നമ്മളൊരു ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇത് മ്യൂസിക്കും കാര്യം എല്ലാം കൂടെ വരുമ്പോഴത്തേക്കാണല്ലോ ഇതിൻ്റെ ഈ ഹൈ ആയിട്ടുള്ളൊരു ഔട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിച്ച് തന്നെ ചെയ്തൊരു പരിപാടിയായിരുന്നു അത്. ബേസിക്കലി ഒരു വീഡിയോ ഞാൻ ചേട്ടൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു, വേർ യു ആർ സേയിങ് എനിക്ക് മലയാള സിനിമയിൽ വെറുതെ ഇങ്ങനെ മൂവീസ് ചെയ്ത് ജീവിച്ചാൽ മതി, എനിക്ക് വലിയൊരു എന്താ പറയുക സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ അങ്ങനെ വലിയ പട്ടങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പോൾ ആ ജിബിൻ ചേട്ടനും ഈ ജിബിൻ ചേട്ടനിലേക്ക് എന്താണ് ഡിഫറൻസ്? ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസമില്ല. ഇല്ല. എനിക്ക് ഇടയ്ക്ക് ജിയും ജയും തമ്മിൽ ഞാൻ പേര് മാറ്റിയിട്ടുണ്ട്. ആദ്യം ജി ആയിരുന്നു. അത് കുറച്ച് അസൗകര്യങ്ങൾ ജിയിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ജയാക്കി. ഇത് ആ ജിബിൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു അന്ന് ജി ആയിരുന്നു. ഈ ജിബിൻ ചേട്ടൻ ഇപ്പം ജെ ആണ്. അത് വ്യത്യാസമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ ചിന്തകളിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ജിബിൻ ചേട്ടൻ ഇപ്പം ഒട്ടുമിക്ക മൂവീസിലും ഒരു പാട്ടാണ്. ഇപ്പം എവിടെ നോക്കിയാലും എല്ലാ മൂവീസിലും ചേട്ടൻ ഒരു പാട്ടാണ്. ഇപ്പം അത് തെറ്റാണോ? അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ ഒട്ടുമിക്ക ബിഗ് നെയിംസിനെ കൂടിയും ചേട്ടൻ ഇപ്പോൾ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് തന്നെ വരാൻ പോകുന്നത് മമ്മൂക്കയുടെ കൂടെയുള്ള കലങ്കാവൽ എന്നുള്ള മൂവിയാണ്. അപ്പം എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ലൈക്ക് ആ റോളിലേക്കുള്ള ഒരു എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അത് ഇവൻ പ്രൊഡക്ഷൻ്റെ സൈഡിൽ തന്നെയാണ് വന്നത്. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട മമ്മൂട്ടി സാറാണ്. സാറ് അവനെ വയ്ക്കുമെന്ന് പറഞ്ഞു. നല്ലൊരു വേഷം അങ്ങനെ അദ്ദേഹം സമ്മാനിച്ചതാണ് കളങ്കാവല്ല ക്യാരക്ടർ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഏറ്റവും ഒരു ഭാഗ്യവാനായിട്ട് എനിക്ക് സ്വയം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് അങ്ങനെ അവിടേക്കൊരു എൻട്രി സാറിൻ്റെ പ്രൊഡക്ഷനിലൊരു പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് വരുന്ന ഒരാളാണ്. സാറിൻ്റെ തന്നെ സജഷൻ കേട്ടത് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. സാറിനോട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതേപോലെ ചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടു, ചേട്ടൻ്റെ കേക്ക് കട്ടിങ് സെറമണി, ലൈക്ക് ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് മമ്മൂക്ക കേക്ക് തരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. സോ അത് ലൈക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര ഒരു യുനോ മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു അത് സെറ്റിൽ? അങ്ങനെ അത് നമ്മളൊന്നും സ്വപ്നം കണ്ടിട്ടില്ല. ഇതൊന്നും ഒരിക്കലും സ്വപ്നം കണ്ട കാര്യങ്ങളൊന്നുമല്ല.
പക്ഷെ ആഗ്രഹങ്ങൾ ഭയങ്കരമായിരുന്നു. എനിക്ക് അത്യാഗ്രഹമാണ് എനിക്കറിയാം നന്നായിട്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഒരാൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഞാൻ ഈ പറഞ്ഞൊരു പരിധി വയ്ക്കാതെ ആഗ്രഹിക്കും. അതിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് വിഷയമുള്ള ദിവസമൊന്നുമല്ല. പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ മമ്മൂട്ടി സാർ എന്ന് പറയുമ്പോൾ എൻ്റെ കൃത്യമായിട്ട് ഷൂട്ട് നടക്കുന്ന ദിവസങ്ങളിൽ ഒരു ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ കൃത്യമായിട്ട് വന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കേക്ക് നമുക്ക് കട്ട് ചെയ്യാം എന്നുള്ള പറഞ്ഞു. അവർ കേക്കൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ സാറിനെ അങ്ങനെ വന്ന് വെൽക്കം ചെയ്തു. സാർ ചെന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. എനിക്ക് ആ മൊമെൻ്റ് എനിക്ക് കൃത്യമായിട്ട് എനിക്കത് പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതെങ്ങനെ പറയണം, അതെങ്ങനെ ഞാൻ ആ വേറൊരു മൂഡിലായിരുന്നു. എൻ്റെ ബർത്ത്ഡേ എന്നുള്ളതല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ജീവിതത്തിൽ എന്നും കിട്ടുന്നൊന്നുമല്ല. ഇത്തരം അദ്ദേഹം ഒരു കേക്കിൻ്റെ പീസ് എടുത്ത് നമുക്കിങ്ങനെ വായിലേക്ക് വെച്ചിരിക്കുക എന്നുള്ളത് എൻ്റെ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഇല്ല. അത് സംഭവിക്കാൻ ഒരു കാരണം ആയിട്ട് ഈ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ എൻ്റെ ബർത്ത്ഡേ വന്നു എന്നുള്ളതാണ്. അതിനപ്പുറമൊന്നും നമ്മൾ ഇതിലും വലിയ നമുക്ക് എന്ത് പറയാനാ, അത് വേറൊരു ഫീലാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലേ. ഇങ്ങനെ ഇത്രയും നമ്മൾ സിനിമ അല്ലെങ്കിൽ TV കണ്ട മൊമെൻറ്റിൽ മുതൽ അല്ലെങ്കിൽ സിനിമയെ അല്ലെങ്കിൽ വിഷ്വൽ പരിപാടികളെല്ലാം സ്നേഹിച്ചു തുടങ്ങുന്ന കാലം തൊട്ട് കാണുന്ന മനുഷ്യനാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ അമ്മാതിരി നല്ലൊരു അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു പടത്തിൽ നല്ലൊരു സംഭവം ചെയ്യാൻ പറ്റി എന്നുള്ളത് അത് ഒരു എന്ത് പറയുക എനിക്കറിയില്ല. അതൊക്കെ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. സീരിയസ്ലി എനിക്കറിയാത്തതുകൊണ്ട്. മമ്മൂക്കയുടെ കൂടെ ലൈക്ക് ഹൗ വാസ് ഇറ്റ് വിത്ത് മമ്മൂക്കയുടെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൾ ഓൺ സെറ്റ് എങ്ങനെയാണ്? എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾ ഭയങ്കര സീരിയസ് ആണ്, ആൾ യുനോ ജോക്സ് ഒന്നും അധികം അടിക്കാറില്ല. ആര് പറഞ്ഞു? അങ്ങനെയൊന്നല്ല. എനിക്ക് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും എന്ത് ചില്ലായിട്ടുള്ളൊരു വ്യക്തിത്വമാണെന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനൊരു ഇൻ്റർവ്യൂവിൽ പറയാമോ എന്നുമില്ല എനിക്കറിഞ്ഞൂടെ. ഞാൻ അതിനൊന്നും ആളൊന്നുമല്ല അദ്ദേഹത്തെ പറ്റി പറയാൻ. എനിക്ക് അത് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ത് പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആരുടെ കൂടെയാണ് അദ്ദേഹം സംസാരിക്കാതിരുന്നിട്ടുള്ളത്, ആരുടെ കൂടെയാണ് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം റിയാക്ട് ചെയ്യാതിരുന്നിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ള എനിക്കറിയുന്ന അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള മമ്മൂട്ടി സാർ എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ട് കാര്യങ്ങളെ കാണുകയും ഇപ്പം ആർക്കാണ് ഇപ്പം നമ്മുടെ സിറ്റുവേഷനല്ലേ. ഇപ്പം ഞാൻ ഇപ്പോൾ പേര് പറഞ്ഞ ആതിര ഇപ്പം കാണുന്ന ഒരു എൻ്റെ മൂഡ് സെറ്റിലായിരിക്കില്ല ഞാൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണുന്നത്. അപ്പം മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. അപ്പം ഓരോരുത്തർ അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിലാണ് ഓരോരുത്തരെ പറ്റിയും പറയുന്നത്. അതിപ്പം എന്താ പറയുക, എനിക്കതിനെപ്പറ്റി ഇപ്പോൾ ഇതൊന്നുമില്ല. എനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് സാറിൻ്റെ കൂടെ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ കൂടെ നിൽക്കാൻ പറ്റി. അത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് എന്നെ കണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് സാർ ലൈവായിട്ട് ചെയ്യുന്നതെല്ലാം അടുത്ത് നിന്ന് കാണാൻ പറ്റി. ചില സംഭവങ്ങളൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ വൗ അടിച്ച കുറേ മൊമെൻറ്റ്സ് ലൈവ് കാണാൻ പറ്റി. അങ്ങനെയൊക്കെ ആയിരുന്നു കളങ്കാവൽ എനിക്ക്. അല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ എനിക്ക് അറിയില്ല. അത് സാറിനെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ള അതില്ല എനിക്ക്. പക്ഷേ ഇതൊക്കെ എനിക്ക് ലൈവായിട്ട് അനുഭവിക്കാൻ പറ്റി എന്നുള്ളതാണ് കളങ്കാവൽ തന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതെ, മമ്മൂക്കയും വിനായകനും രണ്ടും 2 എക്സ്ട്രീംസ് ആണ്. ഓക്കെ, അവരുടെ കൂടെ ലൈക്ക് വിനായകൻ്റെ കൂടെ എങ്ങനെയായിരുന്നു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തോ എന്ന് ചോദിക്കൽ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? ആളുടെ കൂടെ ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ? അതെ, വിനായകൻ ചേട്ടൻ എന്താ ഗംഭീര ആക്ടറല്ലേ. അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ ഭയങ്കര ജെന്യുവനായിട്ടൊക്കെയുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. ഭയങ്കര ഇത് ചെയ്യുക, നമുക്കങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്ന നല്ലൊരു ആളാണ്. എനിക്ക് മീൻസ് പേഴ്സണലി എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. വളരെ ഭയങ്കര കൃത്യനിഷ്ഠയുള്ള അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ്. കൃത്യം സമയത്ത് നിന്ന് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കറക്റ്റ് ടൈമിലെത്തുന്ന, കറക്റ്റ് എല്ലാ കാര്യങ്ങളും റെഡിയായി സെറ്റ് ആയിട്ട് വരുന്ന അങ്ങനെയൊക്കെയുള്ളൊരു അടിപൊളി മനുഷ്യനാണ്. എനിക്കങ്ങനെ വേറെ എൻ്റെ അനുഭവത്തിലുള്ള വിനായകൻ ചേട്ടൻ അതൊക്കെയാണ്. ഭയങ്കര രസമാണ്, നല്ല മനുഷ്യനാണ്. ഈ ബിഫോർ ദ ടേക്ക് ഒരു പ്രെപ്പ് ഉണ്ടാവുമല്ലോ, ഓരോ ആക്ടറുടെയും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. ഓക്കെ, ബിഫോർ ദേ ടേക്ക് എ ഷോട്ട്. സോ
അങ്ങനെ മമ്മൂക്കയുടെയോ അല്ലെങ്കിൽ കോ ആക്ടേഴ്സിൻ്റെയോ പ്രെപ്സ് കണ്ടിട്ട് എപ്പോഴെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടോ? ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ചില മൊമെന്റ്സ് കണ്ടിട്ട് ചേട്ടന് ഗൂസ് ബംസ് വന്നിട്ടുണ്ട്. അതുമാതിരി ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇൻസ്പയർ ആയോ എന്നതിനപ്പുറത്തേക്ക് ഇത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി, ചില കാര്യങ്ങളൊക്കെ ചിലർ മീൻസ് ഈ പറഞ്ഞ മമ്മൂട്ടി സാറാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ വലിയ വലിയ ആക്ടേഴ്സൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്താണ് എന്നുള്ളത്. എനിക്ക് ഏറ്റവും വലിയ തിരിച്ചറിവ് അതൊക്കെയാണ്. നമ്മൾ അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ സ്വയം ഒരു പുച്ഛം തോന്നുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയ്യേ എന്താണിത്, നമ്മളിങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, അവർ നന്നായിട്ട് ചെയ്ത് വെച്ചേക്കല്ലേ, നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നതെന്നുള്ള സ്വയം ഒരു അറിവ് എനിക്കുണ്ട്. എനിക്ക് ചില നമ്മുടെ എല്ലാ ആക്ടേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന റീൽസൊക്കെ ചിലരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വല്ലാതെ ബഹുമാനം തോന്നും. കാര്യം അവർ എനിക്ക് തോന്നുന്നു ആ വോയിസിനനുസരിച്ചിട്ട് ആ മൂഡ് ക്രിയേറ്റ് ചെയ്ത് ഇവർ ചെയ്യുന്നതാണ്. ഏകദേശം അതുപോലെ തന്നെ ഒരു ഇമിറ്റേഷനാണ്. പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് തന്നെ നോക്കാനായിട്ട്. ഇവരൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എൻ്റെ മോഡുലേഷനിൽ എൻ്റെ രീതിയിൽ അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കിയിട്ട് ഞാനങ്ങനെ നോക്കിയിട്ട് ഒരു 4-5 പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കി ഭയങ്കര ബോറാണ്. അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നൊരു സംഭവമുണ്ട്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതങ്ങനെ ഇരിക്കണം. പിന്നെ ഒരു സ്വയം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ചെയ്താൽ ഇങ്ങനെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവും. ചിലത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം കേട്ടോ, അങ്ങനെ ചെയ്യുന്നത് ഒരു ഇഷ്ടമുണ്ട്. കാര്യം എൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഞാൻ അവർ ചെയ്തത് ചെയ്യാതെ അതിനെ ആ ഒരു മൂഡ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ചിലപ്പോൾ സ്വയം ചെയ്യുന്നത് വർക്കാവാത്തത് നമുക്ക്. കാര്യം ഏതൊരു ഭയങ്കര ഹിറ്റ് ഡയലോഗ്സ് ഒക്കെ ആയിരിക്കാം, നല്ല അങ്ങനത്തെ ഒരു സീൻ ആയിരിക്കാം, അത് ചെയ്യുമ്പോൾ ഇങ്ങനെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തന്നെ അത് മോശമായിട്ട് തോന്നാൻ കാര്യം അത് മറ്റൊന്ന് അവർ ഗംഭീരമായിട്ട് ചെയ്ത് നമ്മൾ കൈയടിച്ച സാധനം വേണ്ട. അപ്പോൾ അത് അമ്മാതിരി മോശമാണോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അത് വേറൊരാൾക്കേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് ആ ലെവലിലൊരു സിനിമയിൽ ഞാൻ ആണ് ആദ്യം അത് ചെയ്തതെങ്കിൽ ചിലപ്പോൾ അത് അവിടെ അങ്ങനെ കിടക്കും, ആ ഒരു ചേഞ്ചാണ്. പക്ഷേ ഇവരൊക്കെ ചെയ്ത് വെച്ചേക്കണൊക്കെ വേറെ ലെവലാണ്. നമ്മളെ വെറുതെ നമുക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്കൊരു അഭിനയമൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്വയം ചെയ്ത് നോക്കുന്ന ചില എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അല്ല ഒരിക്കലും റീലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇടാനുള്ള സംഭവമൊന്നുമല്ല. കലങ്കാവലിലെ ക്യാരക്ടറും DS ഇരയിലെ ക്യാരക്ടറിലും ഏതാണ് ഇത്രയും കൂടി കൂടുതൽ ടാക്സിങ് ആയിരുന്നത്? ലൈക്ക് ഏതായിരുന്നു ഇത്രയും കൂടി പാട് ചേട്ടന് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ എഫേർട്സ് ഇട്ട് ചെയ്തത്? രണ്ട് ഡിറക്ഷനിലുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഞാൻ പറയാം, അത് ഓപ്പണായിട്ട് തന്നെ പറയാം. ഈ DS ഇരയിലെ ക്യാരക്ടറുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത വേറെ ഏതോ ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു കഥയിലൊരു ക്യാരക്ടറാണ് കളങ്കാവലിലുള്ളത്. സോ എനിക്ക് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ DS ഇരയിലെ ക്യാരക്ടർ ചെയ്യാനുള്ള നമ്മളെ എഫേർട്ട് പോലെ തന്നെ കളങ്കാവലിലെ ക്യാരക്ടർ ചെയ്യാൻ അതുപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് തമ്മിൽ ഒരു സാമ്യമില്ല. അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ ആ രീതിയിൽ തന്നെ കഷ്ടപ്പെടണം. ഒരിക്കലും ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇവിടെ വരാൻ പാടില്ല, ഇവിടുത്തത് ഇവിടെയും വരാൻ പാടില്ല, അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രണ്ടും എനിക്ക് ഒരേപോലെ തന്നെയാണ്. എനിക്ക് നന്നായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എനിക്ക് DS ഇര ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ ഇങ്ങനെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. കളങ്കാവലിൽ എന്ത് ചെയ്തിട്ടുള്ള ഉദാഹരണം എനിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇതല്ല ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. ആ ഒരു സാധനം, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. കാര്യം ഒരു ബന്ധമില്ല കേട്ടോ, ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം പോസിറ്റീവ് ആണോ നെഗറ്റീവ് റോൾ ആണോ അങ്ങനെ എന്തെങ്കിലും? ബോത്ത് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത് പോസിറ്റീവായിട്ട് കാണാം, നെഗറ്റീവായിട്ട് എടുക്കുന്നത് നെഗറ്റീവായിട്ട് കാണാം. അതൊക്കെ അവനവന് വിട്ടുകൊടുക്കുകയാണ്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. ഓക്കെ, ഞാൻ മുമ്പ് ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നമ്മൾ DS ഇരയിൽ ഞാനൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. 1 വേർഡ് ഫോർ പ്രണവ് മോഹൻലാൽ. മനുഷ്യനാണ്. ഇൻ ടേംസ് ഓഫ് DS ഇര. ഓക്കെ, 1 വേർഡ് ഫോർ രാഹുൽ സദാശിവൻ. ഒരു ചില്ല് മനുഷ്യനാണ്. ഓക്കെ, 1 വേർഡ് ഫോർ DS ഇര. ഞങ്ങളുടെ സിനിമയാണ്, അത്രേ ഉള്ളൂ. ആൻഡ് 1 വേർഡ് ഫോർ ജിബിൻ ചേട്ടൻ. ജിബിൻ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അതിൽ ജിബിൻ ഇല്ല. ഈ മൂവിക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവാനുള്ള വല്ല ചാൻസ് ഉണ്ടോ? ചോദിച്ചിട്ട് പറയാം. നമുക്ക് ഒരു സ്പോയിലർ അല്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഹിന്റ് തന്ന പോലെ ഞാൻ കണ്ടു. തോന്നിയോ? ഓഫ് കോഴ്സ് തോന്നി. നല്ല തോന്നലാണ്. ഞാൻ ചോദിക്കാം. എനിക്കും തോന്നി, പക്ഷെ എനിക്കൊരു ധാരണയില്ല.
ഉണ്ടാവുമായിരിക്കും, ദൈവമേ വിളിച്ചാൽ മതി ഉണ്ടെങ്കിൽ. എനിക്ക് അത്രയൊക്കെ ഉള്ളൂ. പുള്ളി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടോ ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നോ, നമുക്ക് പറഞ്ഞാൽ ഈ ടീമിൻ്റെ കൂടെ ഇനിയും പടങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. റൈറ്റ്. സോ കമ്മിങ് ബാക്ക് ടു കലങ്കാവൽ, കലങ്കാവലിൻ്റെ ഷൂട്ട് ലൊക്കേഷൻസ് എക്സാക്ട്ലി എവിടെയൊക്കെയായിരുന്നു ചേട്ടൻ? വാസ് ഇറ്റ് ബേസ്ഡ് ഇൻ കേരളം മാത്രം? അല്ല, ഷൂട്ട് അത് നാഗർകോവിൽ ഭാഗത്തായിരുന്നു ഷൂട്ട് കൂടുതൽ നടന്നത്. നാഗർകോവിൽ ഭാഗത്തുണ്ട്. സാധാരണ മലയാള സിനിമ ഇപ്പോൾ കൊച്ചിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നിൽക്കണം, അപ്പോൾ കൊച്ചിയുടെ പരിസരങ്ങളിലൊക്കെ ഷൂട്ട് നടന്നിരുന്നു. ഇതൊക്കെയുള്ളൂ. അത് അല്ല വേറെ ഇതൊക്കെ നമുക്ക് അന്ന് അപ്ഡേറ്റ് ചെയ്ത് വാർത്തകൾ കിട്ടിയതാണല്ലോ. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് നമ്മൾ കലങ്കാവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എക്സ്പെക്റ്റ് ചെയ്യാനുള്ള സാധനം എന്ന് പറയുന്നത് മമ്മൂട്ടി സാറ് ടീ വേറെ ലെവല. എല്ലാത്തിലും അദ്ദേഹം അങ്ങനെയാണ്, പക്ഷേ ഇതിലും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സിഗ്നേച്ചർ സാധനങ്ങൾ. മമ്മൂക്കയുടെ റോള് എന്താണ് ശരിക്കും അതിൽ? ലൈക്ക് വാട്ട് ഈസ് ഹീ ഇൻ ദാറ്റ് മൂവി? നമ്മൾ സാറാണ് പ്രൊഡ്യൂസർ. മമ്മൂട്ടിക്ക് സീരിയസ്ലി യെസ് ഐ നോ. അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ അതിലെ റോള്. അങ്ങനെയല്ലേ അതേ പറഞ്ഞേക്കണം, എന്താ വിനായകൻ മമ്മൂട്ടി എന്നല്ലേ അതേ നിങ്ങൾ കണ്ടത്? അതെ, അത് തന്നെയാണ്. ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് ഈ ക്യാരക്ടറിലേക്ക് അഡാപ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഡസ് ഇറ്റ് ടേക്ക് ടൈം? അല്ലെങ്കിൽ ഒരു മൂവി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറേ ആക്ടേഴ്സിന് ആ ഒരു പ്രശ്നമുള്ളത്, അവർ ആ ഒരു മൂവി ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അവരതിൽ നിന്ന് മാറാൻ ഇത്തിരി സമയമെടുക്കും. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ആ പ്രശ്നമില്ല. കാര്യം ഒരു പടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം കഴിഞ്ഞാൽ എനിക്ക് അടുത്ത പടം കിട്ടുന്നത്. അതുവരെ ഞാൻ വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലായിരിക്കുന്നുണ്ട് ഈ ക്യാരക്ടറുമായിട്ട് എനിക്ക് പോകാൻ 1.5 മാസത്തെ ഗ്യാപ്പ് വീട്ടിലുള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. എനിക്ക് നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. ഇനി അടുപ്പിച്ചടുപ്പിച്ച് പടമൊക്കെ വരട്ടെ, അപ്പോഴിതിനുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുമായിരിക്കും. എനിക്കിപ്പോൾ ഒരു വിഷയമില്ല. ഓക്കെ. ഇപ്പോൾ ഈ അടുത്ത് ചേട്ടൻ ഓൾമോസ്റ്റ് ഓൾ ബിഗ് നെയിംസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ്, ആസിഫ് അലി, ടോവിനോ, മമ്മൂക്ക, ലാൽ സർ, ഇനിയിപ്പം ദിലീപേട്ടൻ്റെ കൂടെയും കൂടി ഉള്ള നെക്സ്റ്റ് മൂവി ചെയ്തു. തങ്കമണി ഞങ്ങൾ ചെയ്തു, നല്ല വേഷം ചെയ്തിട്ടുണ്ടല്ലേ. വരാൻ പോകുന്ന നെക്സ്റ്റ് ദാറ്റ് ഇസ് ബബ്ബ. എന്താണ് ബബ്ബ ശരിക്കും? വാട്ട് ഈസ് ഇറ്റ്? ഭയം, ഭക്തി, ബഹുമാനം. അതെ, അതാണ് ബബ്ബ. ഞാനത് ലാൽ സാറിൻ്റെ ലാൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് കേട്ടായിരുന്നു. അപ്പം എന്താണ് നമ്മൾ അതിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മളെല്ലാവരും പറയുന്നത് ഒരു ഭ്രാന്തൻ പടമാണ് അത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെന്താ അങ്ങനെ പറയുന്നത്? അത് ഒരു ഭ്രാന്തൻ പടമാണെന്നുള്ളത് ലാൽ സാറും പറഞ്ഞില്ലേ അല്ലേ? അല്ലെ, ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു. അതെ, അതിൻ്റെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, എന്താണ്, വേൾഡ് ഓഫ് മാഡ്നെസ്. അത് തന്നെയാണ് അതിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, വേൾഡ് ഓഫ് മാഡ്നെസ് എന്ന്. അതിപ്പോൾ എന്ത് പറയാനാണ്, ആ പടം അങ്ങനെ ഒരു പടമാണ്. എല്ലാവർക്കും ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു 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 എന്താണ് അതൊരു ഒരു പടം, ഒരു ഗംഭീര പടം എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളൊക്കെ ചെയ്തൊരു പടം തന്നെയാണ്. ഗംഭീരമാവും അത്. അതിൽ ഗംഭീരമാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ അതിൽ ഇഷ്ടം പോലെ നമുക്കറിയാവുന്ന കുറേ ഫേസസ് ഉണ്ട്. സലീം കുമാർ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, ലാൽ സാർ ഉണ്ട്, ദിലീപേട്ടനുണ്ട്, വേറെ ആരൊക്കെയാണ്? ചേട്ടനുണ്ട്, വേറെ ആരൊക്കെയാണുള്ളത്? വിനീത് ശ്രീനിവാസൻ. യെസ്, അത് നമ്മൾ ട്രെയിലറിൽ കണ്ടു. ധ്യാനുണ്ട്. യെസ്, പിന്നെ ആരൊക്കെയാ വേറെ? സാൻഡി മാസ്റ്റർ റൈറ്റ്, അതുണ്ടായിരുന്നല്ലോ, സാറിൻ്റെയും ട്രെയിലറിൽ ഉണ്ടായിരുന്നല്ലോ. കണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് മെയിൻ ആൾക്കാരെന്ന് പറയാം. പിന്നെ അശോകൻ ചേട്ടൻ ട്രെയിലർ കണ്ടില്ലേ? കണ്ടു. പിന്നെ നമ്മുടെ സ്ഥിരം മറ്റേ ഇദ്ദേഹം ഇപ്പം ലാസ്റ്റ് ട്രെയിലറിൽ കണ്ടില്ലേ, മറ്റേ നമ്മുടെ പഴയ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? അയ്യോ, പേര് ഞാൻ മറന്നുപോയി. നല്ല വലിയൊരു താരനിര തന്നെയുണ്ട്. പിന്നെ പടത്തിൻ്റെ റൈറ്റർമാരിലൊരാളായിട്ടുള്ള ഫാഹിമുണ്ട്. ഫാഹിമിൻ്റെ വൈഫായ നൂറിനുണ്ട്. അപ്പൊ തന്നെ അറിയില്ല വേൾഡ് ഓഫ് മാഡ്നെസ് ആണെന്ന്. ചേട്ടൻ അല്ല, അത് ഫാഹിമും നൂറിനുള്ളതുകൊണ്ടല്ലോ കേട്ടോ വേൾഡ് ഓഫ് മാഡ്നെസ് എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് അവൻ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കും, നിങ്ങൾ എന്താ മനുഷ്യ. ചേട്ടൻ ആ സ്റ്റോറി അല്ലെങ്കിൽ ചേട്ടനോട് ആ സ്റ്റോറി നറേറ്റ് ചെയ്തപ്പം ഹൗ വാസ് ഇറ്റ്? ചേട്ടൻ അതിന്റെ ഒരു മൂഡ് എങ്ങനെയാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ? എനിക്ക് അങ്ങനെ നറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഭയങ്കര പരിപാടിയൊന്നും ഇല്ല ഇതില്. ഒരു ക്യാരക്ടറാണ്, ചില മൊമെന്റ്സിലൊക്കെ നല്ല പരിപാടികൾ ഉള്ളൊരു ക്യാരക്ടറാണ്. ഈ കൂട്ടത്തിൽ ഇത്രയും ഭ്രാന്തന്മാരുണ്ടെങ്കിൽ കൂട്ടത്തിലുള്ളൊരു ഭ്രാന്തനായിരിക്കുമല്ലോ. ആ ഒരു
ആ ഒരു വേൾഡിൽ എല്ലാവരും ഭ്രാന്ത് പിടിച്ചവരാ. അതെ. അപ്പം ആ കൂട്ടത്തിലൊരു ഭ്രാന്തനാണ്. ഈ ഇതുവരെ കാണാത്ത കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള റോളായിരിക്കും ചേട്ടൻ്റെ ഇതിലും എന്ന ചേട്ടൻ പറയുന്നത് ദാറ്റ് മീൻസ് എങ്ങനെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ? ബബ്ബയിലോ? യെസ്. ആ പടമേ അങ്ങനൊരു ഡിഫറെൻറ്റ് പടമാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ലോജിക്കോ അല്ലെങ്കിൽ ആ പടത്തിൽ വേറെന്തെങ്കിലും അത്ഭുതങ്ങളോ ഒന്നുമല്ല. അതിങ്ങനെ ഒരു പ്യുവർ ഒരു എൻ്റർടൈനറാണ്. അതിനങ്ങനെ കണ്ട് നമ്മൾ ഇരിക്കണം. എന്നാൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു വെടിക്കെട്ട് പടമാവും. അതങ്ങനെയാണ് അവരങ്ങനെ ക്രിയേറ്റ് ചെയ്യണത്. ഇപ്പം ധനഞ്ജയും നൂറിനും ഫാഹിമും പിന്നെ ആ ഒരു ടീം അങ്ങനെയാണ്. ഭയങ്കര വൈബ് ടീമാണ്, കിടിലൻ ടീമാണ് അവർ. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സ്പാർക്കാണ് ആ പടം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ദിലീപ് ഏട്ടനും കൂടെ എല്ലാം വേണോ വേറെ. ഇതിപ്പോ പരസ്യമായ ഒരു രഹസ്യമാണ്. ലാൽ സാറും ദിലീപ് ഏട്ടൻ്റെയും ഒരു സോങ് പ്ലസ് ഫൈറ്റ് സീൻ പ്ലസ് മണിച്ചേട്ടൻ്റെ പാട്ടിലൂടെയാണ് സോനാ സോനാ നീ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞൊരു പാട്ട് ഉണ്ട് എന്ന് കേട്ടത് സത്യമാണോ അതോ അത് ശരിക്കും ഒരു റൂമർ തന്നെയാണോ? എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഞാൻ അപ്ഡേറ്റഡ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഞാനിതൊന്നും കേൾക്കുന്നില്ല. നമ്മുടെ ഐ തിങ്ക് നാച്ചി പറഞ്ഞല്ലോ, ആള് ഷൂട്ട് കഴിഞ്ഞ് ഐ തിങ്ക് ഞാൻ കണ്ടായിരുന്നു ആളുടെ ഒരു തമിഴ് ഇന്റർവ്യൂവിലാണ് ആള് പറഞ്ഞത് ദാറ്റ് യുനോ ആള് ഇപ്പൊ ഒരു ഷൂട്ട് കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. ലാൽ സാറിൻ്റെയും ദിലീപേട്ടൻ്റെയും കൂടെ ഒരു ഷൂട്ട്, അതും സോങ്ങിന്റെ ഷൂട്ട് കഴിഞ്ഞ് അവരൊരു സ്ഥലത്ത് നിന്ന് അത് കഴിഞ്ഞിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞു. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എന്തിനാണ് ചേട്ടനത് പോയിട്ടുള്ള കാരണം ചേട്ടനോട് ചോദിച്ചു. ഇല്ല കേട്ടോ, ഈ പാട്ട് സീനിൽ ഞാൻ ഇല്ലാന്ന് തോന്നുന്നു. കാര്യം ഞാൻ ഈ പാട്ട് ഇല്ല. ഈ നാച്ചിയപ്പ നമ്മുടെ സാൻഡി മാസ്റ്ററിന്റെ കൂടെ അതിലുണ്ട്, ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ ഉണ്ട്. ഈ പറഞ്ഞ മെയിൻ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും ഉള്ള ഒരു ക്യാരക്ടറാണ് എൻ്റേതും. ഈ പറഞ്ഞ അതുപോലെ ഡാൻസിൽ ഈ പാട്ടുണ്ടോയെന്ന് എനിക്ക് ഒരു കൺഫർമേഷൻ ഇല്ല കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമായിരിക്കാം. അതിൻ്റെ കൺഫർമേഷൻ എനിക്കില്ല. ഈ അല്ല ഇപ്പോൾ ഒരു പാട്ടിനിങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ സോ എനിക്ക് അതിനെപ്പറ്റി ഒരു കൃത്യമായ ധാരണയില്ല. ഞാനിന്ന് ഫൈവിനെ വിളിക്കട്ടെ പറയാം, അല്ലെങ്കിൽ ധനഞ്ജനോട് വിളിക്കാം. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ ഇത്രയും കോമ്പിനേഷൻ സീൻസ് നമ്മൾ ചെയ്തു. അപ്പം പ്രണവിൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ലൈക്ക് ടോട്ടലി ത്രൂ ഔട്ട് ദ മൂവി ചേട്ടനുണ്ടായിരുന്നു ഫോർ DS ഇരേ. എങ്ങനെയായിരുന്നു? അതിൻ്റെ പോലെ തന്നെയായിരുന്നോ കളങ്കാവലിൽ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുമ്പം ഏതായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെറ്റ്? ഇല്ല, അങ്ങനെ എനിക്ക് കളങ്കാവലിൻ്റെ ഡയറക്ടർ ജിതിൻ കെ ജോസാണ് ഡയറക്ടർ. അതിൻ്റെ റൈറ്ററിലൊരാൾ ജിഷ്ണു. പിന്നെ ക്യാമറ ചെയ്യുന്നത് ഫൈസലിക്ക. പിന്നെ ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, അവിടുത്തെ കുറേ ആൾക്കാർ, മീൻസ് ഈ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും അതിനകത്തുള്ള എല്ലാം ചില്ലാണ്. ഈ പറഞ്ഞതുപോലെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടീമും. ഈ ജിതിനായാലും ജിഷ്ണു ആയാലും ഇവരൊക്കെ എന്താ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമാക്കാരാണ്. ഒരു പിടിവാശിയോ കാര്യമൊന്നുമില്ല. ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം തരും നമുക്ക് ചെയ്യാൻ. ഭീകരമായിട്ട് അവർ പറയും. നമുക്ക് ഈ പറഞ്ഞ ഇൻപുട്ടൊക്കെ ധാരാളം എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ ഇടാൻ സമ്മതിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം തരുന്ന ആൾക്കാരാണ് അവരുടെ ഗംഭീര എഴുത്തുകാരും കൂടെ കേട്ടോ. നന്നായിട്ടൊരു സ്ക്രീൻ പ്ലേ ഒക്കെ ഗംഭീരമായിട്ട് ചെയ്ത ടീമുകളാണ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഈ ടീമിൻ്റെ കൂടെ. നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ DS ഇരേ അത് ഈ പറഞ്ഞ വേറൊരു ടീമാണല്ലോ. ഓരോ ടീമിനും അവരുടേതായിട്ടുള്ള എന്താ നമുക്ക് അത് സ്വാഭാവികമല്ലോ. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരേ സ്വഭാവമല്ലല്ലോ. അതുപോലെ തന്നെയാണ് രണ്ട് പ്രൊഡക്ഷൻ ഹൗസിലെ രണ്ട് സിനിമകൾക്കിടയിലുള്ള വ്യത്യാസം ഉണ്ടാവും. അത് രണ്ടിൻ്റെയും ഒരുപോലെ ഉള്ള ഞാൻ എന്നുള്ള വ്യക്തി രണ്ടും ഞാൻ ആസ്വദിച്ചു. അപ്പോൾ എനിക്ക് ഒരുപോലെ തന്നെയാണ്, രണ്ടും ഒരേപോലെ തന്നെയായിരുന്നു. ഈ മൂവിയിൽ നമുക്ക് ബബ്ബയിൽ നമുക്ക് മാസ് പ്രതീക്ഷിക്കണ്ടേ? ട്രെയിലർ കണ്ടില്ലേ? കണ്ടു. പിന്നെ മാസല്ലേ അത്? അപ്പൊ ഇനിയും പ്രതീക്ഷിക്കാതിരുന്നത് മോശമാ. ഇനിയെങ്കിലും പ്രതീക്ഷിക്കണം. മാസുണ്ട്. മാസ് വെച്ചാൽ ഒരു എന്താ ബെഡാ മാസ്.
ചേട്ടൻ്റെ നെക്സ്റ്റ് ഡ്രീം ചേട്ടൻ്റെ നെക്സ്റ്റ് ഡ്രീം എന്താണ്? ഇത്രയും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തു, ഇനി എന്താണ് ചേട്ടന് ചെയ്യാൻ ആഗ്രഹം? എൻ്റെ ലാസ്റ്റ് ഡ്രീം ഏതെന്നറിയാം? എന്താ എൻ്റെ ലാസ്റ്റ് ഡ്രീം ഏതായിരുന്നു? ലാസ്റ്റ് ഡ്രീം ടു ബി ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ഡു ആസ് മെനി ക്യാരക്ടേഴ്സ് ആസ് പോസിബിൾ. അപ്പോൾ അത് തന്നെയാണ്, ഇനി അത് തന്നെയാണ്. അല്ല, പ്രത്യേകിച്ച് എനിക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒന്നിനും ഞാനൊരു കൃത്യമായിട്ടൊരു സംഭവം ചെയ്തു വെച്ചിട്ട് ചെയ്യുന്ന ആളല്ല. എനിക്ക് ഇന്നതാവണം എന്നോ ഒരു സിനിമാക്കാരനായിട്ട് ഇവിടെ എന്ന് നിലനിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ഇന്ന കാലത്ത് എനിക്ക് ഇത്ര വലിയ ആളാവണമെന്നോ അങ്ങനെയൊന്നും എനിക്കൊന്നുമില്ല. എനിക്കെന്നും ഇതുപോലെയുള്ള കുറേ നല്ല സിനിമാക്കാരുടെ കൂടെ കുറേ നല്ല വേഷങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകണം. എനിക്ക് അതിനപ്പുറമൊന്നും വേറെ ഒരു കാര്യമില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ അതിലൊന്നും ഇല്ല. ഞാൻ അന്നും ഇന്നും ഒറ്റ സ്വപ്നമേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചു പഴയത് ഏതാണെന്ന് അറിയുമോ? അത് പറഞ്ഞു. അത് തന്നെയാണ്, എന്നും അത് തന്നെയാണ്. അതിന് നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ സിനിമ ചെയ്തു, ഓക്കെ, എൻ്റെ ആഗ്രഹം പൂർത്തിയായി. ഇല്ല, എനിക്ക് ആ ആഗ്രഹം പൂർത്തിയാകത്തോണ്ട് ഞാൻ പറയും എനിക്കിത്തിരി ആക്രാന്തം കൂടുതലാണ്, ആർത്തി കൂടുതലാന്ന് പറഞ്ഞത്. അതെനിക്ക് സിനിമയുടെ ഭാഗത്ത് എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അമിതമായ ആഗ്രഹമാണ് അത്. അതിനൊരു സ്വപ്നം എന്നുള്ള പേരിൽ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിങ്ങനെ ഞാൻ ഇവിടെ എനിക്ക് ഇവിടെയൊക്കെ നിന്ന് പോകണം, അത്രേ ഉള്ളൂ. എന്നും ഇവരെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ സിനിമാക്കാരും പഴയതായിട്ടുള്ള സിനിമാക്കാരോടും ഒക്കെ ഒരുപോലെ പോകാൻ പറ്റണം. ആ ഒരു എന്താ ആ ഒരു അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയുടെയോ കാര്യങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ പോയാൽ മതി. എനിക്ക് ഇടയ്ക്ക് നിങ്ങൾ ഇതുപോലെ ഇൻ്റർവ്യൂവിന് വിളിക്കുക. ദിലീപേട്ടൻ ഈ 2025 തൂക്കുമോ? ഓൾമോസ്റ്റ് ഓൾ ദ മൂവീസ് ദിലീപേട്ടൻ്റെ മൂവി ഇപ്രാവശ്യം തൂക്കുമോ 2025? അതിലെന്താ പ്രത്യേകിച്ച് എന്താ ഒരു ഡൗട്ട്? അമ്മാതിരി പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ബബ്ബയിലെ. ഓക്കെ. അതേപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ ആയിരുന്നു ഐ തിങ്ക് ചേട്ടൻ ഒരു സ്റ്റോറി ഇട്ടത്. നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ മൂവി വരാൻ പോകുന്നുണ്ട്, തുടക്കം. അതിൽ ചേട്ടനൊരു പാട്ടാണെന്ന് ഞാൻ ഇന്നലെയാണ് ആക്ച്വലി അറിഞ്ഞത്. സോ അതിൽ എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയത്? 2018 സിനിമ അന്നാണ് ജൂഡ് ആൻ്റണി. യെസ്. ആ ഡയറക്ടർ എന്നിൽ കണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ എന്നെ വിളിച്ചത്. കറക്റ്റ്. 2018 കണ്ടതല്ലേ? അത് കണ്ടതാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് വലിയൊരു അവസരം ഉണ്ടാക്കി തന്നൊരു സിനിമയാണ് 2018 എന്ന് പറഞ്ഞത്. അതിൽ എന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടേഴ്സ് ഒരു ആക്ടറിനെ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. ഒരു ഡയറക്ടർ അയാളത് ചെയ്യും എന്ന് ഓപ്പണായിട്ട്, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളത് ചെയ്യും, നിങ്ങളത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു ആക്ടറിന് കിട്ടുന്നൊരു കോൺഫിഡൻസിൻ്റെ ഒരു ലെവലുണ്ട്. ടപ്പേന്ന് പറയുന്നത് കയറും. നമ്മൾ അപ്പോൾ എന്താ കരുതുന്നത്, ആ പടത്തിൻ്റെ മെയിൻ ആൾ ഡയറക്ടറല്ലേ, അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ചെയ്യുമെന്ന്. അദ്ദേഹത്തിന് അറിയാം പിന്നെ എനിക്കെന്താണ് കോൺഫിഡൻസിൻ്റെ കുറവ് വരേണ്ടത്? ഞാൻ ഓക്കെ അല്ലേ, ഞാനത് ഡബിൾ ഓക്കെ ആവൂലേ? അയാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കാണോ വിശ്വാസം ഇല്ലാതാവേണ്ടത്? ഒരിക്കലുമല്ല. ഒരു ഡയറക്ടർ. അപ്പോൾ എന്നെ 2018 അങ്ങനെ വെച്ചൊരു മനുഷ്യനാണ് ജൂഡ് ആൻ്റണി ബ്രോ. അപ്പോൾ അദ്ദേഹം ഈ പടം തുടങ്ങിയപ്പോൾ എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, അങ്ങനെ ഇന്നലെ പൂജയ്ക്ക് പോയിരുന്നു, അത് നല്ലൊരു പരിപാടിയാണ്, ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ളത്, ഡേറ്റും കാര്യമൊക്കെ തന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതാ പറഞ്ഞൊരു ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞത് പ്രണവിനോടൊപ്പം ചെയ്തു. നെക്സ്റ്റ് പടം എനിക്ക് അത് റിലീസായപ്പോൾ, റിലീസിൻ്റെ ആ ദിവസം അദ്ദേഹത്തിൻ്റെ സഹോദരി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയുടെ പൂജ നടക്കുന്നു, അതിൽ പങ്കെടുക്കാൻ പറ്റുന്നു, ആ പടത്തിലേക്ക് നല്ലൊരു വേഷം. അപ്പോൾ ഈ പറഞ്ഞ ആ ഫാമിലിയിൽ നമുക്കിങ്ങനെ ഒരു അവരുടെ രണ്ടുപേരുടെയും ഈ പുതിയ തലമുറയുടെ രണ്ട് പടത്തിലും ഒരുപോലെ വരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ഈ രണ്ട് പടത്തിലുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ സോ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാം ചേട്ടൻ്റെ അടുത്തുനിന്ന്? ഇനി വരാൻ പോകുന്ന കുറേ മൂവീസ് ഏതൊക്കെയാണ് എന്ന് ചേട്ടൻ പറയാൻ പറ്റുമോ? അല്ല, ലേറ്റസ്റ്റ് ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് കളങ്കാവൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് അദ്ദേഹത്തിൻ്റെ ഇപ്പം ആട് 3 നടക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇടയ്ക്ക് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ടൊരു സീരീസ് ചെയ്തിട്ടുണ്ട്, അണലി എന്ന് പറഞ്ഞിട്ട്. അതിലൊരു മെയിൻ ക്യാരക്ടർ ഒന്ന് ഞാനാണ് ചെയ്യുന്നത്. അതുണ്ട്, അത് റിലീസാവാനുണ്ട്. പിന്നെ നമ്മുടെ മാത്യു നായകനായിട്ടുള്ള സുഖമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പടം, അത് അരുൺലാൽ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ
മൂവിയാണ്. അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ധ്യാൻ ശ്രീനിവാസൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മൂവിയുണ്ട്. ഓക്കെ. ഭീഷ്മർ എന്നാണ് പടത്തിൻ്റെ പേര്. അതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് റിലീസുകളുണ്ട്. ഇതിലൊന്നും ഭയങ്കര വലിയ പരിപാടികളൊന്നുമല്ല ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറഞ്ഞ നമുക്ക് ആ പുള്ളി ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് തന്ന ക്യാരക്ടേഴ്സൊക്കെയാണ്. അതൊക്കെ വലിയ സംഭവങ്ങളോ അല്ലെങ്കിൽ മുഴുനീള ക്യാരക്ടറുകളൊന്നുമല്ല, ചെറിയ പരിപാടികളാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതെല്ലാം എൻ്റെ നെക്സ്റ്റ് റിലീസുകൾ കൂട്ടത്തിലുള്ളതാണ്. ആട് 3 വലിയൊരു പരിപാടിയിലേക്കാണ് പോകുന്നത് കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു. അതിലെന്താണ് ചേട്ടൻ എക്സാക്ട്ലി ചേട്ടൻ്റെ റോൾസ് എന്താണ്? ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ അതിലെ റോള് ഞാൻ പറയാം. അതിലെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം ലൊക്കേഷനിൽ പോയി കണ്ടു. ഇതാണ് എനിക്കുള്ള റോള്. കാര്യം അവിടെ നമ്മുടെ ആശൻ തന്നെയാണല്ലോ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടും കുറേ കൂട്ടുകാരെല്ലാം അഭിനയിക്കുന്നുള്ളതുകൊണ്ടും ഈ ലൊക്കേഷനിൽ പോയിട്ട് അവിടെ ചെന്നിരുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് ആട് 3 ആയിട്ടുള്ള എനിക്കുള്ള ബന്ധം. ഞാൻ വളരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പടം ഞാനും കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം. ഇതാണ് എൻ്റെ അതിലുള്ള റോൾ, വേറെ ഒന്നുമില്ല. അതെ. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, മമ്മൂക്കയുടെ മിക്ക സെറ്റിലും എപ്പോഴും ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. ഇപ്രാവശ്യം അമ്മേ ആദ്യത്തെ 1.5 ബിരിയാണി കേട്ടോ. അത് ഞാൻ കാണുമ്പോൾ തന്നെ എല്ലാവരും പറയാറില്ല ഇത് സെറ്റിലുള്ള ഇത് ഭയങ്കര ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരു ബിരിയാണി വിളമ്പലുണ്ടായിരുന്നു. അയ്യോ എന്താ ഇങ്ങനെയൊക്കെയാണ് ബിരിയാണിയുടെ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നില്ല. മട്ടൻ ബിരിയാണിക്ക് ഇമാതിരി ടേസ്റ്റാണോ, മട്ടൻ ഇതാണോ ടേസ്റ്റ് എന്നൊക്കെ ചിന്തിച്ചു ഒരു മൊമെന്റ് ആയിരുന്നു അത്. ഗംഭീരമായിരുന്നു. മമ്മൂക്കയുടെ ടീസർ നമ്മൾ കണ്ടു. അതിൽ നല്ല പൊളി ലുക്കാണ്. ആള് സ്മോക്ക് ചെയ്യില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ ടീസറിൽ ആളുടെ സിഗരറ്റും അതൊക്കെ വെച്ചിട്ടുള്ളൊരു നല്ലൊരു ഷോട്ട് കണ്ടു. ഹൗ വാസ് ഇറ്റ് ആഫ്റ്റർ സോ ലോങ് നമ്മൾ മമ്മൂക്കേനെ അങ്ങനെ കാണുന്നത്? അത് കണ്ടപ്പം ചേട്ടൻ ഉണ്ടായിരുന്നു ആ ഷൂട്ട് സെറ്റിലപ്പം ആ സമയത്ത് ആ സീൻസ് ഒക്കെ എടുക്കുമ്പോൾ? ആ സീൻ മാത്രമല്ല, ഏത് സീൻ കണ്ടാലും ഞാൻ സെറ്റിലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കിങ്ങനെ, അയ്യോ അതെന്താ കാണിക്കുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരാകാംക്ഷ ഉണ്ടല്ലോ. നമ്മൾ ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു കടൽ ആദ്യമായിട്ട് കാണുന്ന ആളിൽ എന്താണ് ഫീല്, നമ്മളിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ തിരയെങ്കിലും എണ്ണീക്കും. നമുക്കത് അറിയില്ല, കടലെന്താണെന്നറിയില്ല, നമുക്ക് കേട്ടുള്ള അറിവാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കടലിൻ്റെ തീരത്ത് നിന്ന് എന്താണ്, എൻ്റെ ദൈവമേ ഇതെന്താണ് ഈ കാണുന്നത്, ഭയങ്കര പരിപാടിയല്ല. നമ്മൾ ആദ്യം ഒരു തിര വരുമ്പോൾ എണ്ണാൻ തുടങ്ങും, 1, 2 കുറേ കഴിയുമ്പോൾ മനസ്സിലാവും ഇതിനൊരു അന്തമില്ല, ഇതിങ്ങനെ അവസാനിക്കാത്ത സാധനമാണ്. ഈ ഒരു സാധനം പോലെയാണ് നമ്മളിങ്ങനെ ഈ ദൈവത്തിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ചെയ്യുന്നതും ഓരോ പുള്ളിയുടെ മീൻസ് ഇപ്പം ഞാനെന്നുള്ളത് വളരെ നമുക്ക് പറയാമല്ലോ, എനിക്കൊരു ഭാഗ്യം പോലെ ഞാൻ അവിടെ ചെന്ന് നിന്നതാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇത് പറയുമ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഞാനിങ്ങനെ പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് സംസാരിക്കുന്നതല്ലോ. അപ്പോൾ എനിക്കിതൊക്കെയാണ് എൻ്റെ ഉള്ളിലെ ഫീൽ ഇതാണ്. ഇപ്പം അത് എങ്ങനെ എടുത്താലും ശരി, പക്ഷേ എനിക്കിത് ലൈവായിട്ട് കാണണം, കണ്ടിട്ട് എങ്ങനെയാണ് സാറ് ഇതൊക്കെ ചെയ്യുന്നത് കാണാനുള്ളൊരു കൊതിയുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു കൊതിയാണ്. അപ്പം അത് ഇങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അത് കണ്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയുക, നമ്മളൊരു മൈൻഡ് ഇങ്ങനെ ഒരു സാധനം അടിക്കുമല്ലോ, അതിങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുക. അതാണ് നമുക്ക് പരിപാടിയുള്ള മെയിൻ. ബബ്ബയിൽ നമുക്ക് പഴയ ദിലീപേട്ടനെ പ്രതീക്ഷിക്കാമോ? ദിലീപേട്ടനെ പണ്ട് തൊട്ടേ ഞാൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ആ ദിലീപേട്ടൻ തന്നെയാണ് എനിക്ക് ഇപ്പോഴും. എനിക്ക് പ്രത്യേകിച്ച് എനിക്കിങ്ങനെ വേറെ ദിലീപേട്ടനായിട്ട് തോന്നിയില്ല. ഞാൻ തങ്കമണിയിൽ കണ്ട അതേ ദിലീപേട്ടൻ തന്നെയാണ് പിന്നെ ഞാൻ ശേഷമുള്ള എല്ലാ പടത്തിലും കണ്ടിട്ടുള്ളത്. അതിന് മുന്നേ ഞാൻ മറ്റേ CID മൂസയിലൊക്കെ സിനിമയിൽ കണ്ട അതേ ചാം ഉള്ള, അതേ വൈബുള്ള, അതേ എനർജിയുള്ള ഒരു ലൈവ് ഒരു മനുഷ്യനാണ് ദിലീപേട്ടൻ. അതിൽ വേറെന്താണ് എനിക്കൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല. അടിപൊളി മനുഷ്യൻ. എന്താണ് അല്ല, ഇൻ ടേംസ് ഓഫ് മൂവി ക്യാരക്ടർ നമ്മൾ ഉദ്ദേശിച്ചത് പരമശിവൻ, അല്ലെങ്കിൽ നമ്മളിപ്പം മോസ്റ്റ്ലി അവൈറ്റഡ് കുറേ മൂവീസ് ഉണ്ട്. അപ്പം അതേപോലത്തെ നമ്മുടെ പഴയ ദിലീപേട്ടൻ്റെ 2-3 ക്ലാസിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇനി പ്രതീക്ഷിക്കാമോ? അത് ഡയറക്ടേഴ്സ് തീരുമാനിക്കണം. ദിലീപേട്ടന് അങ്ങനത്തെ ക്യാരക്ടർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദിലീപേട്ടനോട് സംസാരിച്ച് ഡയറക്ടേഴ്സോട് തീരുമാനിക്കണം. അല്ലാതെ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. അത് പുള്ളിയുടെ ആയിട്ടുള്ള സെലക്ഷനാണ്. പുള്ളി അത് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളെന്താ ചെയ്യുന്നത്, ഇനിയിപ്പോൾ നമ്മൾ ചോറുണ്ണാനിരിക്കുകയാണ് ഉച്ചയ്ക്ക്, നമ്മളെന്താണ് ആദ്യം ചെയ്യുന്നത്, നമ്മളത് TV എടുക്കും, TV-യിലെ റിമോട്ട് എടുക്കും. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പറക്കും തളിക്കാം, ഇന്നിനി ഫുഡ് കഴിക്കുമ്പോൾ ഇതാവട്ടെ, പറക്കും തളിയാവട്ടെ, അല്ലെങ്കിൽ കുറച്ച് പഞ്ചാബി ഹൗസ് പൊളി, നമ്മളിനി
അതിൽ നമ്മളതൊക്കെയല്ലേ കണ്ടുകൊണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലൈവായിട്ടുള്ള മനുഷ്യനെ തന്നെയാണ് എനിക്കതിന് ശേഷം ഞാൻ പരിചയപ്പെട്ട ശേഷം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പിന്നെ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ വ്യത്യാസമാണല്ലോ. അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു മാസ് ചെയ്യുമ്പോൾ പുള്ളി കൊടൂര മാസമാവും, കോമഡി ചെയ്യുമ്പോൾ അങ്ങേ അറ്റത്തെ കോമഡിയാവും. അതൊരു അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്യാത്ത മേഖലകളിലല്ലോ. എല്ലാ സംഭവത്തിലും പുള്ളിയുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ഈ പറഞ്ഞ പോലെ ഉണ്ട്. ഭയങ്കര രസകരമായിട്ട് എല്ലാ കാര്യങ്ങളെയും ഡീൽ ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇനി ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടായാൽ അദ്ദേഹത്തിന് അങ്ങനത്തെ വേഷങ്ങൾ വീണ്ടും വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്ത പടത്തിൽ ഇങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം ഡിമാൻഡ് ചെയ്യുന്നതല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ നാളെ ഒരു CID മൂസ് അദ്ദേഹം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പടം അദ്ദേഹത്തിന് വരിക, അദ്ദേഹം അത് ചെയ്യുക, അപ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടും. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പടത്തിൽ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് പുള്ളി ചെയ്യുന്നു. അല്ലാതെ ദിലീപേട്ടൻ പഴയത് പുതിയത് അങ്ങനെയൊന്നുമില്ല. ദിലീപേട്ടൻ അടിപൊളി, അത്രയേ ഉള്ളൂ. ഈ വരുന്ന സിനിമയിൽ നമുക്ക് പാട്ടുകൾ, നല്ല പാട്ടുകൾ, ലൈക്ക് ചേട്ടൻ കേട്ടോ ഓൾറെഡി അതിലുള്ള പാട്ടുകൾ, നമ്മുടെ കലങ്കാവലിലായാലോ അത് ബബ്ബയിലായാലോ, അതിൽ ഏതാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ, നമുക്ക് യുനോ എന്താ പറയുക ട്രെൻഡിങ് ആവാൻ പോകുന്ന പാട്ടുകളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതോ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടായിരിക്കാം. പോസ്റ്റ് പ്രൊഡക്ഷനിലിരിക്കുന്ന പടത്തെപ്പറ്റി ഞാൻ പറഞ്ഞിട്ട് വേണം. നല്ല പരിപാടി കേട്ടോ. കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ. എനിക്കതിനെ അറിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ തീർന്നല്ലോ. മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഗംഭീര ടീമുകളല്ലേ. മുജീബൊക്കെ അല്ലേ, കളങ്കാവലിൽ മുജീബാണ്, മുജീബ് മജീദ്, കിഷ്കിന്ദാണ്ടവും രേഖാചിത്രമൊക്കെ ചെയ്ത്. പുള്ളി അതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പുള്ളിയൊക്കെ വേറെ ലെവലിൽ കൊണ്ടുപോകുമല്ലോ. അതെ, പുറത്ത് നമുക്ക് ആർക്കും അറിയാത്ത ചില സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ നമുക്ക് സെറ്റിൽ നടക്കുന്നൊരു ഒരു ഫൺ സ്റ്റോറി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണല്ലോ അത് പുറത്തറിയാത്തത്. ഞാൻ ഇവിടെ വന്നിരുന്ന് പറഞ്ഞ എന്തിനാ അത് കൊള്ളാലോ. അല്ല, യൂഷ്വലി അങ്ങനെ ഞാൻ ഇപ്പം ജയറാമേട്ടനായാലും അവരൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞാണ് ഇൻ്റർവ്യൂസിൽ പറയുന്നത് അന്ന് ആ സെറ്റിൽ നടന്നൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റോറീസ് പറയും. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ മൊമെന്റ്സോ ഉണ്ടായിട്ടുണ്ടോ? കുറെ കാലം കഴിയട്ടെ. ജയറാമേട്ടനല്ലേ പറഞ്ഞത് അന്ന്. അതുപോലെ നമ്മൾ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ പറയാം അന്ന് DSR എന്നൊരു സംഭവം രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് പറയാം. ഇതിപ്പോ പടം ഇപ്പൊ റിലീസായിട്ടല്ലേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പം എന്തായാലും ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. ആൻഡ് മൂവീസ് ഐ തിങ്ക് ചേട്ടൻ ഇനി വരുന്ന ഇയേഴ്സ് എല്ലാ മൂവീസിലും ചേട്ടൻ ഉണ്ടാവും. ഐ റിയലി ഹോപ്പ് ചേട്ടൻ ഉണ്ടാവും. ആൻഡ് ഐ വിഷ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ദാറ്റ് എല്ലാം നല്ലത് വരട്ടെ. ആൻഡ് ഇനിയും ചേട്ടനെ ഞാൻ ഫുൾ സ്ക്രീനിൽ മൊത്തം ആയിട്ട് കാണണം എന്നുള്ള സംഭവം. സന്തോഷം. എന്തായാലും DSR എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസായി. അപ്പം എല്ലാവരും കാണുകയാണ്. നല്ല സംഭവങ്ങളെല്ലാം എല്ലാവരും വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നല്ലൊരു വിജയം ആയിട്ട് വരികയാണ്. അപ്പം എല്ലാവരും ഇനിയിപ്പം ഇവിടെ ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ കണ്ടോളണം. ഇത്രയും പെട്ടെന്ന് കാണുക. ആ ഒരു ഫീൽ, ഇതിൻ്റെ സ്പോയിലറൊക്കെ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ഫീലാവില്ല. അപ്പം അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് പോയി കാണണം. എന്തായാലും നല്ലൊരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടിപൊളിയാവട്ടെ, ഗംഭീരമാവട്ടെ. Wishing you all the luck, love and light. Okay, thank you. Welcome. Share it. Yeah, thank you.